കറക്റ്റായിട്ട് സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ശ്വാസം എടുക്കുന്നതിൽ ആദ്യം നമ്മൾ എത്ര 1:1:1:1:1:1 എന്നുള്ള രീതിയിലാണ് നമ്മൾ ബ്രത്ത് എടുക്കാൻ പോകുന്നത്. ഹോൾഡ് ചെയ്യുക. രോഹൻ എത്ര ഇൻഹലേഷൻ എടുക്കാൻ പറ്റും അത്രയും നേരം രോഹൻ അത് ഹോൾഡ് ചെയ്യുക. അത്രയും തന്നെ എക്സൈൽ ചെയ്തിട്ടും ഹോൾഡ് ചെയ്യുക. ആൻഡ് സ്ലോലി ഓപ്പൺ യുവർ ഐസ്. ശ്വാസം വിടുക. സുരേഷ് ഗോപിയുടെ യോഗ ഗുരു എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ് അതിൽ ബാക്ക് ടു ബാക്ക് കണ്ടു. അപ്പോൾ അതിലൊപ്പം കണ്ടത് ആ യോഗ ഡേയുടെ അന്നായിരുന്നു, ഇന്റർനാഷണൽ യോഗ ഡേ അന്ന് ചെയ്യുന്ന ഇതിലായിരുന്നു. എന്നെ പല രീതിയിലും ഭാവത്തിലും ഒക്കെ ഞാൻ കണ്ടു. അത്ര എനിക്ക് തോന്നുന്നില്ല ഇത്രയും വീഡിയോ വൈറലായി കാണുന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഓഡിയൻസിൽ ഏറ്റവും നന്നായിട്ട് ബ്രത്ത് വർക്ക് ചെയ്തത് ആളാണ്. എന്തുകൊണ്ടാണ് ശരിക്കും അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ടാവുക? ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പോകുന്നു പറഞ്ഞ, പക്ഷെ ആള് മുഴുവൻ 45 മിനിറ്റും ആളവിടെ വൃത്തിയായിട്ട് ബാക്കി എല്ലാവരെക്കാളും മുട്ടിന് മാത്രം എന്തോ ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷെ ആളെല്ലാ കാര്യങ്ങളും ചെയ്തു. ആൾക്കാരെപ്പോഴും ആ നെഗറ്റീവ് എന്താണോ അതിനകത്തേക്ക് ഫോക്കസ് ചെയ്ത് അതിനെ അങ്ങ് ഭയങ്കര ഇതായി. ഞാനൊരു ടെസ്റ്റ് കൊടുത്തായിരുന്നു ഓഡിയൻസിന്. ആ ടെസ്റ്റിൽ എല്ലാവരും 10ഉം 25ഉം ബ്രത്ത് എടുത്തപ്പോൾ സുരേഷേട്ടൻ 5 ബ്രത്ത് വളരെ ലോങ് ഇൻഹലേഷനും ലോങ് എക്സലേഷനും ചെയ്തു. അതൊന്നും എവിടെയും വന്നില്ല. ജിമ്മിൽ പോകുന്ന ഒരാൾ എന്തിനു യോഗ ചെയ്യണം? സൽമാൻ ഖാന് പുറഞ്ചൊറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ മറ്റേ ജിമ്മായതുകൊണ്ട് പുള്ളിക്ക് ഇങ്ങനെ കൈ എടുക്കാൻ പോലും പറ്റില്ല. അപ്പം അവിടെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത നമുക്ക് എങ്ങനെ നമ്മുടെ മൂവ്മെന്റ്സ് പോസിബിൾ ആവും? സ്കിൻ കെയർ പലപ്പോഴും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, സ്കാം ആണ് എന്നുള്ള രീതിയിലേക്ക് ആണോ? ഞാൻ പറയുന്നത് വെച്ചാൽ ഗട്ട് ഹെൽത്ത് നന്നായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സ്കിൻ കെയറിൻ്റെ ആവശ്യം വരില്ല. അതായത് നിങ്ങളുടെ വയറ് നല്ലതാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യും എന്നാ പറയുക. ഓൾ ഇൻ വൺ സ്പാ എന്ന് പറഞ്ഞ ഒരു പുതിയ കോൺസെപ്റ്റ് ഞാൻ കുവൈറ്റിൽ ചെയ്തിരുന്നു. അപ്പൊ അത് ഹസ്ബൻഡ് ഫ്രണ്ട് വഴി വന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിന്റെ ഒരു 2-2.5 വർഷം ഞാൻ എൻ്റെ ടൈം ആൻഡ് എനർജി അതിനകത്തേക്ക് ഫോക്കസ് ചെയ്താണ് ഞാനത് ചെയ്തത്. എന്നിട്ട് ഞാൻ എൻ്റെ 2ാമത്തെ മകനെ പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ നാട്ടിലേക്ക് വന്ന സമയത്ത് അവരെന്നെ പറ്റിക്കുകയായിരുന്നു. ഞാനതിൻ്റെ ഓപ്പറേഷണൽ മാനേജറായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്നെ പതുക്കെ മാറ്റിയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ സംഭവം എൻ്റെ കയ്യിലില്ല. അത് എന്നെക്കൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അത് ആ സ്പാ ലോസ് ആയി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ കയ്യിലാക്കി. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ബിഗ് സീറോയായി. സ്വന്തം ആത്മാവിൽ നിന്ന് സത്യത്തെ അന്വേഷിച്ചുള്ള യാത്ര നിങ്ങളുടെ ഉള്ളിലെ ദൈവത്വത്തെ പരിപോഷിപ്പിക്കുന്നതിനും പുഷ്പിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമായിട്ടാണ് യോഗ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കുറേയധികം ചോദ്യങ്ങൾക്ക് ഉത്തരമായി മാറാൻ സാധിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളാണ് ഇന്ന് ലൈവ് പോഡ്കാസ്റ്റ് വിത്ത് റോഹനിലൂടെ കൂടെ ചേരുന്നത് ഡോക്ടർ അഖില വിനോദ്. നമസ്കാരം. നമസ്കാരം. കുറേയധികം വിശേഷങ്ങൾ നമ്മൾ യോഗയെക്കുറിച്ച് കേൾക്കുന്നുണ്ടായിരിക്കാം, നമുക്കറിയാൻ പറ്റുന്ന കുറേയധികം സാധ്യതകളുണ്ടായിരിക്കാം. ഇതൊക്കെ മാറ്റിയെടുത്ത് ചോദിക്കുകയാണ്, ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എന്താണ് യോഗ, അല്ലെങ്കിൽ യോഗ അനിവാര്യമാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? യോഗ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ യൂണിയൻ എന്നുള്ളതാണല്ലോ. ഞാൻ കൂടുതലും യോഗയെ കാണുന്നത് ഒരു മൈൻഡ്ഫുൾനെസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പല എക്സസൈസ്, അപ്പോൾ ഞാൻ വളരെ പ്രാക്ടിക്കലി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടും അവർ പറഞ്ഞ് മനസ്സിലാക്കുന്ന വീഡിയോസാണ് എൻ്റെ ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മൾ യുജ്യതേ ഇതി യോഗ, അതായത് യുജ്യതേ അനേന ഇതി യോഗ എന്നാണ്. അപ്പോൾ അതിനകത്തൊക്കെ പറയുന്നത് യുജ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ് വിത്ത് സുപ്രീം കോൺഷ്യസ്നസ്. പക്ഷേ ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് അത് എന്താണെന്ന് ഒരു അതേപോലെ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വലിയ ആളാവാം. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അർത്ഥം ശരിക്കും അവരൊരു യോഗ മാറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു 1 hour യോഗ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു ഡിസ്ട്രാക്ഷനും ശരിക്കും സംഭവിക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ നമ്മളുടെ ഓരോ വിരലുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് പോലും സട്ടിലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് പോലും നമ്മൾ ശ്രദ്ധിക്കും. അതേസമയം നമ്മളൊരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എക്സസൈസ് ജിമ്മിൽ പോകുമ്പോഴൊക്കെ ഞാൻ എല്ലാ എക്സസൈസിൻ്റെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ, അല്ലാതെ യോഗ ഇസ് ദ ഒൺലി വൺ എന്ന് ഞാൻ പറയുന്ന ഒരാളല്ല. അപ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ചെറിയ ചെറിയ ഭാഗങ്ങളിലേക്കുള്ള ശ്രദ്ധ നമുക്കവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ യോഗ മാറ്റിലിരുന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മുടെ തന്നെ ബോഡിയാണ്. അപ്പോൾ ഇറ്റ്സ് ആൻ ഇൻസൈഡ് വിഷനാണ്, നമ്മൾ ഉള്ളിലേക്കുള്ളൊരു നോട്ടം ആണ്. ഞാൻ ജസ്റ്റ് രോഹനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് രോഹൻ ഇപ്പോൾ
എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ രോഹൻ്റെ ഹൃദയമിടിപ്പ് എങ്ങനെയാണെന്നുള്ളത് രോഹൻ ശ്രദ്ധിക്കുന്നത് ഇല്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഹൗ മൈ ഹാർട്ട് ബീറ്റ്സ് അല്ലെങ്കിൽ ഹൗ ആം ഐ ബ്രീത്തിങ് എന്നുള്ളൊരു ചിന്ത നമുക്കവിടെ വരുമ്പോൾ ദെൻ ദ ബോഡി സ്റ്റാർട്ട് ലവിങ് യു. അതാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ് ഇതൊക്കെ. ഇതൊരു ടെക്സ്റ്റ് ബുക്കിലും ഇല്ല. അതായത് നമ്മൾ എപ്പോഴാണോ നമ്മുടെ ബോഡിയെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്, ശ്രദ്ധിക്കുക ഇൻ ദ സെൻസ് ശ്രദ്ധ തന്നെ, നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പം നമുക്ക് ചില സമയത്ത് തോന്നും എൻ്റെ വയറിനൊക്കെ എന്തോ പ്രശ്നമുണ്ടല്ലോ. അതേസമയം നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾ അല്ല. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാൻ വെച്ചാൽ എപ്പോഴൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മളത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കോൺഷ്യസ് ആവും. ഇങ്ങനെ നമ്മൾ എടുക്കുന്നതും അല്ലേ ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അപ്പം ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നൊരു ചിന്തയിൽ പിന്നെ അതിനെ മെല്ലെ മറികടക്കാൻ ശ്രമിക്കുക ചെയ്യാറ്. അപ്പം ഞാൻ ആ ചോദിച്ചപ്പോൾ പറഞ്ഞതാകെ അത് ആ ഒരു ഫ്ലോയെ നമ്മൾ ഇത് ചെയ്ത് അതിനെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അതിനെ പതുക്കെ പതുക്കെ ഒരു എന്താ പറയണേ, ഇപ്പം ബ്രത്ത് വർക്കുകൾ, അതിനകത്ത് ഇൻഹലേഷൻ എക്സലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കറക്റ്റായിട്ടൊരു ചാനലൈസ് ചെയ്യുമല്ലേ. അപ്പം നമ്മളതിനെ നമ്മൾ ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യും. എൻ്റെ ഹാർട്ട് റേറ്റ് കൂടുവാണെങ്കിൽ ഈ യോഗ ചെയ്യുന്നവർക്കറിയാം ഹാർട്ട് റേറ്റ് താഴെയാക്കാനും. അത് മൈൻഡ്ഫുള്ളായിട്ട് അവർ പതുക്കെ പതുക്കെ ആ ഹാർട്ട് റേറ്റിനെ കുറച്ചുകൊണ്ട് അപ്പം നമ്മുടെ കയ്യിലിരിക്കും നമ്മുടെ ആരോഗ്യം. എപ്പോഴാണ് ഒരാൾ രോഗിയാവുന്നതെന്നറിയോ? അവർക്ക് അവരെ പറ്റി കൺഫ്യൂഷൻ വരുമ്പോഴാണ്. സോ വെൻ യു ആർ ലോസ്റ്റ്, അതായത് ആ വ്യക്തി ഭയങ്കരമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോവാൻ നാളെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നതാണെങ്കിൽ ഇന്ന് അവർ അണ്ടർഗോ ചെയ്യുന്ന ഒരു സ്ട്രെസ്സുണ്ട്. അതായത് ദൈവമേ എൻ്റെ LDL കൂടുതലാണ്, അല്ലെങ്കിൽ എൻ്റെ HbA1c 7 ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പറ്റുന്ന വെച്ചൊരു ഭയമാണ്. ആ ഭയത്തിനെ നമുക്ക് നമ്മുടെ ചൊൽപ്പടിയിലാക്കാനായിട്ടുള്ള ഒരു ടൂളാണ് യോഗയും ബ്രത്ത് വർക്കും എന്ന് പറയും. പിന്നെ ഞാൻ എൻ്റെ പ്രായമാവും തോറും ഞാൻ കൂടുതലും അഭ്യാസങ്ങളിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ ബ്രത്ത് വർക്കുകളിലേക്കൊക്കെ ഞാൻ മാറി തുടങ്ങി. അതിലോട്ടൊക്കെ നമ്മൾ കാര്യമായിട്ട് കിടക്കേണ്ടതുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ടൊരു ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ നവമാധ്യമങ്ങളുടെ കാലമാണ്. നമ്മളിപ്പോഴും പറയും മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നുള്ളത്. അപ്പം അൽപ്പറിവ് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇതിൻ്റെ കോച്ച് ആവുന്നതും അല്ലെങ്കിൽ മെൻറ്റർ ആവുന്നതും ഡോക്ടർ ആവുന്നവരൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ യോഗ്യത ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ള ഇതിലേക്കോ ഇവരെന്താണ് ഇതിൻ്റെ പിന്നിൽ ഇവരുടെ സ്റ്റോറി എന്താണെന്നുള്ളതൊന്നും ആളുകൾക്കറിയില്ല. പെട്ടെന്ന് കേൾക്കും, ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നു, അതിലോട്ട് പിന്നീട് അങ്ങോട്ട് ഫോളോ ചെയ്യുന്നു, കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കണം, അഖില വിനോദ് എങ്ങനെ ഡോക്ടറാണ് അഖില വിനോദായി? ഇതിൻ്റെ ആൾക്കാർ കറക്റ്റായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണോ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശൻ ഒരു വൈദ്യനും യോഗിയായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ലായിരുന്നു ഞാൻ ഇതിനകത്തേക്ക് പോയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡാൻസ് പഠിച്ച് കലാമണ്ഡലത്തിൽ ചേർന്ന് അങ്ങനെ പോകാൻ ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ എൻ്റെ അച്ഛൻ പറഞ്ഞു ഡോക്ടറായിട്ട് ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. നമ്മുടെ കേരളത്തിൽ ഇതിനകത്തൊരു കോളേജ് ഇല്ല. ഇതിനകത്തുള്ളത് SDM കോളേജ് ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് എന്ന് പറഞ്ഞാൽ മംഗലാപുരത്ത് ധർമ്മസ്ഥലയിലുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. അത് 5.5 വർഷത്തെ ബിരുദമുള്ളൊരു കോഴ്സാണ്. അതിനകത്ത് നമ്മൾ MBBSന്റെ എല്ലാ സബ്ജക്ട്സും പഠിച്ചിട്ടാണ്. അതിൻ്റെ കൂടെയാണ് യോഗ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4.5 വർഷത്തെ സബ്ജക്റ്റാണ് ശരിക്കും യോഗ. അപ്പം നമ്മൾ നാച്ചുറോപ്പതിയുടെ സബ്ജക്ട്സും യോഗയുടെ സബ്ജക്ട്സും ഇപ്പോൾ MBBSകാർക്ക് ചിലപ്പോൾ അവർക്ക് മെഡിസിൻ ആയിരിക്കും പഠിക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് യോഗയും നാച്ചുറോപ്പതിയുടെ സബ്ജക്ട്സ് ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബേസിക് ആയിട്ടുള്ള അനാറ്റമി, ഫിസിയോളജി, മൈക്രോബയോളജി, നമ്മൾക്ക് മോഡേൺ മെഡിസിൻ ഇതൊക്കെ ഞങ്ങളും പഠിക്കുന്നുണ്ട്. കാരണം ശരീരത്തിനെ അറിയൂ എന്നാലല്ലേ. ഇപ്പോൾ ഡിസെക്ഷൻ ഓഫ് ഡെഡ് ബോഡി വരെ ഞങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ 5.5 വർഷത്തെ ബിരുദം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഡോക്ടർ എന്ന ക്വാളിഫിക്കേഷനിലേക്ക് വരുന്നത്. പിന്നെ 5.5 വർഷം ബിരുദം നേടിയ ഒരു യോഗയിൽ ബിരുദം നേടിയ ഒരാൾക്ക് യോഗ തെറാപ്പിസ്റ്റ് എന്ന് പറയാനുള്ള യോഗ്യതയുള്ളൂ. പക്ഷേ യോഗ ഇൻസ്ട്രക്ടർ ആവാം. യോഗ ഇൻസ്ട്രക്ടർ ഒരു 200 മണിക്കൂറിന്റെ കോഴ്സ് പഠിച്ചാൽ മതി. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്നും ഈ വ്യത്യാസം കൃത്യമായിട്ട് അറിയില്ല അല്ലെ. അവരിലേക്ക് എന്ത് എത്തുന്നു എന്ന് മാത്രമാണ് ശ്രദ്ധിക്കുക. അപ്പൊ ഡോക്ടർ ഇതിനോടകം തന്നെ കുറെ പേര് സോഷ്യൽ മീഡിയയിൽ മുറിവൈദ്യരെ കണ്ടിട്ടുണ്ടാവും, കാണാറുണ്ടാവുമല്ലോ. എന്താ അവരോട് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു യോഗ ക്ലാസ്സിലേക്ക് പോകരുത്. അതായത് ഇപ്പോൾ ഒത്തിരി നല്ല യോഗ ഇൻസ്ട്രക്ടേഴ്സ് അവരവരുടെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട് ദയവ് ചെയ്ത് നടുവേദനയും അല്ലെങ്കിൽ വെർട്ടിഗോയും അല്ലെങ്കിൽ ഹെർണിയൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് അഭ്യാസങ്ങൾ കാണിച്ച് പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം എനിക്ക് ഇൻഡിവിജ്വലായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞാലും ഈ ക്ലയൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ നിർബന്ധിച്ച് സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ചേരും. അപ്പം ഈ യോഗ ഇൻസ്ട്രക്ടേഴ്സ് തന്നെയാണ് ഞാൻ എൻ്റെ അടുത്തേക്ക് പലപ്പോഴും വിടാറ്. അപ്പം
കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സാധാരണ മനുഷ്യരാണ് ഇത് മനസ്സിലാക്കേണ്ടത്. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഒരു 1-to-1 സെഷൻ എടുത്ത് എൻ്റെ പ്രോബ്ലത്തിനുള്ള യോഗ പോസ്റ്റേഴ്സ് ഈ തെറാപ്പിസ്റ്റുകളുടെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ 5.5 വർഷം ബിരുദമുള്ള നാച്ചുറോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കണം എന്നുള്ള ആ ഒരു ഐഡിയ. ബാക്കിയുള്ള ചില സിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞാൽ യോഗ 1 year ഇതുണ്ട്. പക്ഷേ ഞങ്ങൾ 4 വർഷം എൻ്റെ റിസർച്ചും പാർക്കിൻസോണിസം അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള ആ പോസ്റ്റേഴ്സ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് BNYS എന്ന് പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ഡോക്ടേഴ്സാണ്. അപ്പോൾ അത് അവർ തിരഞ്ഞെടുത്ത് ഇപ്പം എൻ്റെ യോഗാശ്രമിൽ വന്ന അവിടെ സർട്ടിഫിക്കേഷനുണ്ട്, എൻ്റെ ലൈസൻസ് നമ്പറും ഉണ്ട്. അതായത് ട്രാവൻകൂർ മെഡിക്കൽ കൗൺസിലിൻ്റെ കീഴിലാണ് നമ്മളുടെ MBBSഉം ആയുഷിലുള്ള എല്ലാ സിസ്റ്റത്തിലെ ഡോക്ടർക്ക് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വ്യാജ ഡോക്ടറിലെ അൽപ്പറി വെച്ചിട്ട് ശരിക്കും ഡോക്ടറെ ശരിക്കും മുറിവൈദ്യരായിട്ട് കാണാറുണ്ടോ? മുറിവൈദ്യര് മാത്രമല്ല, ഞാൻ മറ്റേ പല വാക്കുകളും ഉപയോഗിച്ചിട്ട് ആൾക്കാർ വളരെ മോശമായിട്ട് നമ്മളുടെ കമന്റ് സെക്ഷനിലൊക്കെ എഴുതി വെക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു യോഗ ആയതുകൊണ്ട് എന്നെ കുറെയൊക്കെ വെറുതെ വിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ പറയുക, ചികിത്സിച്ച് പ്രശ്നം വരുത്തില്ല എന്തോ ഒരു തോന്നലുകൊണ്ട് എന്നെ ഈ അടുത്ത കാലത്ത് ആൾക്കാർ കുറേയൊക്കെ എന്നെ വെറുതെ വിട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യ സമയങ്ങളിൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നത് വച്ച് എൻ്റെ യോഗ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ താഴെ നിങ്ങളൊന്ന് കയറി നോക്കിക്കോളൂ, എൻ്റെ യൂട്യൂബിലുള്ള ഇതിനകത്ത്. അത് കണ്ടിട്ട് തന്നെ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ പോലും എടുക്കാതെ തന്നെ മാറിയവരുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എല്ലാം ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും വീഡിയോയിലൂടെ. അതായത് ഇപ്പോൾ പഴങ്കഞ്ഞി പ്രോബയോട്ടിക് കഴിക്കുന്ന ആസിഡ് റിഫ്ലക്സിൻ്റെ പ്രശ്നങ്ങൾ, ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ പറയാലോ. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് മറ്റേ ഫീസ് മേടിച്ച് നമുക്ക് വേണം. ഞാൻ കുറേ അറിവുകൾ പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്ത് നോക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് മാറിയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്നിരിക്കുന്നത്. അതായത് പണമല്ല ലക്ഷ്യം, എനിക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ. ചില സമയത്ത് കോമന്റ് സെക്ഷനിൽ അവർ പറയും ഫൈബ്രോയിഡിനുള്ള യോഗ പോസ്റ്റേഴ്സ് കുറച്ച് പറഞ്ഞു തരൂ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും കൺസൾട്ടേഷൻ എടുക്കൂ. കാരണം അവരുടെ ഫൈബ്രോയിഡിൻ്റെ എത്രയാണ് സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ അവർ യോഗ ചെയ്തിട്ട് അപ്പുറം പോയി നല്ല ചിക്കൻ ബിരിയാണി അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മളപ്പോൾ അവരെങ്ങനെയാണ് മെൻറ്റർ ചെയ്യേണ്ടത്? ഡയറ്റ്, യോഗ, അവർക്ക് എന്തെങ്കിലും മറ്റേ വേറെ എന്തെങ്കിലും ന്യൂട്രീഷണൽ തെറാപ്പിയുടെ ആവശ്യമുണ്ടോ? ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ കോർ എന്ന് പറയുന്നത്. പിന്നെ രോഹൻ ചോദിച്ച നേരത്തെ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ലൈസൻസ് ഉണ്ടോ, അത് എനിക്കൊന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഞാൻ കാത്തിരുന്നൊരു ക്വസ്റ്റ്യനാണ്. കാരണം പലരും എൻ്റെ അടുത്ത് ചോദിക്കാം നിങ്ങൾക്ക് എന്ത് എലിജിബിലിറ്റി ഉള്ളത്. അപ്പോൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് ഒറ്റൊരു മറുപടി ഉള്ളൂ. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോട് കൂടി തന്നെയാണ് ഞാൻ ഈ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ രജിസ്റ്റർ നമ്പർ 119 അപ്പം ഈ 119 എന്ന് പറയുന്ന ട്രാവൻകൂർ മെഡിക്കൽ മറ്റേ ബോർഡ് എനിക്ക് മാത്രമല്ല ആയുഷിലുള്ള എല്ലാ ഡോക്ടേഴ്സിനും, ഈ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഒരേ ഇതിനകത്ത് തന്നെ, ഒരേ ബോർഡിൽ തന്നെയാണ് നമുക്കത് തരുന്നത്. ഈ രജിസ്ട്രേഷൻ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഒരു പേഷ്യന്റിനെ ചികിത്സിക്കാനുള്ള അധികാരവും ഉള്ളൂ. പക്ഷെ അതങ്ങനെ ഇല്ലാതിരുന്നിട്ട് പോലും ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങളെ പോലുള്ളവരുടെ ക്രെഡിബിലിറ്റി ശരിക്കും ബാധിക്കണം അല്ലേ? ശരിക്കും ഒത്തിരി പേര് ഇതിനകത്ത് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ 1 year കോഴ്സ് പാസ്സായിട്ട് ചെയ്യുന്നവര് ശരിയാണ്. അവർ ഇപ്പം ഒത്തിരി പേര് എന്നെയൊക്കെ തന്നെ ആദ്യകാലങ്ങളിൽ കളിയാക്കിക്കൊണ്ടിരുന്നത് മണ്ണും ഇതൊക്കെ വെള്ളത്തിലൊക്കെ കിടന്നിട്ടുള്ള എന്തൊക്കെയോ ചികിത്സയല്ലേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് വെസ്റ്റേൺ നാച്ചുറോപ്പതി ആണ്. ശരിക്കും വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും അത് അങ്ങനെയാണ് നമ്മുടെ നാച്ചുറോപ്പതി ശരിക്കും ഉടലെടുക്കുന്നത്. അവിടുത്തെ ട്രീറ്റ്മെന്റ് എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ സപ്ലിമെന്റ്സ് ആൻഡ് ന്യൂട്രീഷണൽ തെറാപ്പിയും അതുപോലെ തന്നെ നമ്മുടെ യോഗ ഇവിടെയാണ് കൂടുതൽ കമ്പൈൻ ചെയ്യുന്നത്. പക്ഷെ അവിടെ മുഴുവൻ ന്യൂട്രീഷണൽ തെറാപ്പി എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ്. ഇൻട്രാവീനസ്, അതായത് ന്യൂട്രീഷൻ ത്രൂ IV, ഇതൊക്കെയാണ് അവിടെ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത്. അത് പിന്നീടാണ് നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ വന്ന് ഇതായത്. ശരിക്കും നമ്മൾ 5000-ലധികം വർഷത്തിൽ അല്ലെ പഴക്കമുള്ളൊരു ജ്ഞാനകേന്ദ്രമായിട്ട് നമ്മൾ കാണും ഇതിനെ. അപ്പോൾ യുജി എന്നുള്ള വാക്കൊക്കെ നമ്മൾ കേൾക്കുന്ന ഇതിനെക്കുറിച്ച് അറിയുമ്പോഴായിരിക്കാം മേ ബി സംസ്കൃത പദമൊക്കെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ കാലത്ത് ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ്. ഇപ്പോഴാണ് നമുക്ക് കുറേയും കൂടി നമ്മുടെ മാനസികമായിട്ടും അല്ലെ നമ്മുടെ ശാരീരികമായിട്ടുള്ളതിനൊക്കെ നമ്മളിതിനെ പരിപോഷിപ്പിക്കാനും അതിനേക്കാൾ ഉപരിയായിട്ട് ഉണർവ് നൽകാനൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ മോട്ടിവേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ തിരക്കേറിലാണ് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്ത് തുടങ്ങിയൊരു കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലതാനും അല്ലേ? ഇതൊരു ദീർഘവീക്ഷണമാണോ യോഗയുടെ? ഐ മീൻ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കണ്ടിട്ട് അതങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടോ?
ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ളവര് ഇതൊരു പല്ല് തേക്കുന്ന പോലെ അവരുടെ ഒരു ചിട്ടയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മുത്തശ്ശൻ്റെ കാലഘട്ടത്തിലൊക്കെ മുത്തശ്ശൻ്റെ കുറെ ശിഷ്യന്മാർ വന്ന് മുത്തശ്ശനൊക്കെ രാവിലെ നമ്മൾ ജിമ്മിൽ പോകുന്ന ഇതില്ലേ, അതിന് പകരം അന്നത്തെ ആൾക്കാർ യോഗയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ട്രെച്ചും കാര്യങ്ങളും. പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ നന്നായിട്ട് പണിയാൻ പോകുന്ന ആൾക്കാരാണ്. അവർ പാടത്തേക്ക് ഇറങ്ങി കളിച്ച് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാർ. അന്നത്തെ കുറച്ചൊരു, അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല, സമ്പന്നരായിട്ടുള്ളവരും അങ്ങനെയുള്ളവരും, പ്രത്യേകിച്ച് പറമ്പിൽ കൃഷിയൊന്നും ഇല്ലാത്തവർ, കുറച്ച് ഇതായിട്ടുള്ളവർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അഭ്യാസ മുറയായിരുന്നു കളരിയും യോഗയും പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പം അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ നമ്മളുടെ മെൻ്റൽ പ്രഷറുകളും അതുപോലെ തന്നെ ഡയബറ്റീസ്, അതുപോലെ കൊളസ്ട്രോൾ, ഇങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങൾ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങളുമാണ് യോഗയ്ക്കൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോഴത്തെ കാലത്ത് വരാനുണ്ടായ ഒരു കാരണം. അതുപോലെ നമ്മുടെ മോഡി സർക്കാർ വന്നതിന് ശേഷമാണ് യോഗയ്ക്ക് കൂടുതൽ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോളജ്. പക്ഷെ ഞാനിപ്പോൾ മോഡി സർക്കാരിനെ വിട്ടേക്കൂ, സൗദിയിലുള്ള എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ യോഗ ഒരു മാൻഡേറ്ററി സബ്ജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൾഫിൽ പോലും അത് കുറച്ച് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കാറ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് അമേരിക്കയിൽ എത്തിക്കഴിയുമ്പോഴാണല്ലോ അതിന് വിലയുള്ളൂ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറേ പേര് ഫോറിനേഴ്സ് ആണെങ്കിൽ പോലും കടൽ കടന്നോടെ എത്തുന്നുണ്ട്, അല്ല എബ്രോഡ് പോകണമെങ്കിൽ ഇതൊരു സിലബസിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ വേണ്ട പ്രാധാന്യം കിട്ടാതെ ആകുമ്പോൾ എവിടെയും മുറ്റത്ത് മുല്ലയ്ക്ക് മണല്ല എന്നുള്ളത് തോന്നുന്നുണ്ടോ? അതെ അതെ, അത് ശരിക്കും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. കാരണം ഞാൻ കുവൈറ്റിലായിരുന്നു. അപ്പം ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ ഋഷികേശിലും യോഗ ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോൾ ഒട്ടും ഡിസർവ് ചെയ്യാത്ത ആൾക്കാർ ചില സമയത്ത് ഫോറിനേഴ്സ് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് സംസ്കൃതമൊന്നും ശരിക്കും പറയാൻ അറിയില്ല. രണ്ട് രീതിയിൽ അന്നേരം തോന്നും. എത്രത്തോളമാണ് നമ്മുടെ സംസ്കാരത്തിനെ മറ്റുള്ള ഒരാൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇപ്പോൾ ഈവൻ ഭരതനാട്യം, മോഹിനിയാട്ടം വരെ നമ്മുടെ ഫോറിനേഴ്സ് കളിക്കണമെന്ന് നമുക്ക് അത്ഭുതം തോന്നും. അതേപോലെ തന്നെ യോഗ ഇവിടുന്ന് പഠിച്ച് പല പല ആശ്രമങ്ങളിൽ വന്ന് അവരെല്ലാ ചിട്ടയോടും കൂടി ആശ്രമ ജീവിതം ഇത് ചെയ്തിട്ട് അവർ അവിടെ പോയി അതിനെ സെല്ല് ചെയ്യും. ഇവിടെയുള്ളവർക്ക് അതിന് യാതൊരു മീച്ചും ഇല്ല. ഇത് പലപ്പോഴും ഇപ്പോഴാണ് കുറച്ചൊക്കെ തെറ്റിദ്ധാരണ പറയുക, ആണുങ്ങൾ യോഗ ചെയ്യില്ല. അപ്പോൾ ആണുങ്ങൾ എന്താണ് യോഗയും ഒരു ആണും പെണ്ണുമായിട്ടുള്ള ബന്ധം എന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ കുവൈറ്റിൽ 14 വർഷം ഉണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ ആൾക്കാരായിരുന്നു. ഞാൻ ഗസ്റ്റായിട്ട് പല ഹെൽത്ത് ക്ലബ്ബുകളിൽ പോയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സാണ് വരാൻ. പക്ഷെ അറബ്സ് കുറവാണ്, അതുപോലെ നമ്മുടെ ഇന്ത്യക്കാർ ആണുങ്ങളും കുറവാണ്, പുരുഷന്മാരെ എല്ലാത്തിലും കുറവാണ്. ഏറ്റവും കൂടുതൽ 80% ലേഡീസാണ് മിക്ക ക്ലാസ്സുകളിലും. ബട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ജെൻസ് സൈഡ് വരുന്നത് ജിമ്മ് ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് തോന്നുന്നുണ്ടോ? ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് വരുമ്പോഴാണെന്ന് തോന്നുന്നു ആൾക്കാരുടെ വിചാരം ഞാൻ വല്ല പെണ്ണായി പോവോ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഡാൻസ് പഠിക്കുന്ന പോലെയാണോ യോഗ എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഇപ്പോഴും നമ്മുടെ മലയാളി സമൂഹത്തിൽ, അയ്യേ ഞാൻ യോഗയൊന്നും ചെയ്യില്ല, ഞാൻ ജിമ്മ് എന്നൊക്കെ പറയും. അത് ഇതേപോലെ തന്നെ സൂംബ ഡാൻസിന്റെ കേസ് പറയുമ്പോഴും ഇങ്ങനെയുണ്ട് അല്ലെ, എനിക്ക് പോകുമ്പോഴും വേണോ എന്നുള്ളത്. ഇതിപ്പോ ഒരു ഓപ്ഷനിലായിട്ട് നിൽക്കുന്നത് 2 ഓപ്ഷൻ. ഇതൊരു വർക്കൗട്ടിന്റെ ഭാഗമായിട്ട് ഒന്നിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകാം, ഇല്ലെങ്കിൽ യോഗ ചെയ്യാം എന്ന് കൃത്യമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. ജിമ്മിൽ പോകുന്ന ഒരാൾ ആകാരമായിട്ടുള്ള അവൻ്റെ സൗന്ദര്യവും അല്ലെങ്കിൽ അവൻ്റെ ബോഡി ബിൽഡ് ചെയ്യുന്നതിലും എടുക്കുന്നതിലും ജിമ്മിൽ പോകുന്ന ഒരാൾ എന്തിനു യോഗ ചെയ്യണം എന്ന് ചോദിച്ചാൽ എന്താ പറയുക? നിങ്ങൾക്കറിയാവുന്ന നല്ല ഫേമസ് ആയിട്ടുള്ള പല സെലിബ്രിറ്റീസും, അതിപ്പോൾ ഇവിടെ ആയിക്കോട്ടെ, സൗത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോളിവുഡ്, ഹോളിവുഡ്, എല്ലായിടത്തും അവർ ജിമ്മിൻ്റെ കൂടെ യോഗയും ഫ്ലെക്സിബിലിറ്റിയും കൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ജിമ്മിൻ്റെ കൂടെ എന്തുകൊണ്ട് ഒരാൾ യോഗ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എന്താ പറയുക? മസിൽ എൻഡുറൻസും അതുപോലെ തന്നെ സ്ട്രെങ്ത്തും പവറും ഒക്കെ, അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങും ഒക്കെ കിട്ടുന്നത് നമ്മളുടെ ജിമ്മിലുള്ള സ്ട്രെങ്തനിങ് എക്സസൈസും ഡംബൽസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, നമ്മുടെ യോഗ എന്ന് പറയുന്ന ഫ്ലെക്സിബിലിറ്റി, അതായത് സൽമാൻ ഖാന് പുറഞ്ചൊറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ മറ്റേ ജിമ്മായതുകൊണ്ട് പുള്ളിക്ക് ഇങ്ങനെ കൈ എടുക്കാൻ പോലും പറ്റില്ല. അപ്പം അവിടെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത നമുക്ക് എങ്ങനെ നമ്മുടെ മൂവ്മെന്റ്സ് പോസിബിൾ ആവും? പക്ഷെ നമ്മളിങ്ങനെ ഈ ഇത്രയും മസിൽസ് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്തെടുത്ത് പെരുപ്പിച്ചെടുത്തിട്ട് നമുക്ക് യോഗ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും? അതാണ് എനിക്ക് സൽമാൻ ഖാന്റെ കാര്യം എനിക്ക് അറിയില്ല. പക്ഷെ ഓവറായിട്ട് ചെയ്യുന്നവർക്കുള്ള ഞാൻ ചോദിക്കുന്നത് അതാ, ഈ മസിൽ വെച്ച് യോഗ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ യോഗ ചെയ്ത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ ഈ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ബോഡിയിൽ കിട്ടും ചെയ്യും? അതാ ചോദിക്കുന്നത്, രണ്ടും കൂടി ബ്ലെൻഡ് ആവുന്നത് എങ്ങനെയാണ്? യോഗ ആന്തരിക അവയവ മറ്റേ ഇന്റേണൽ ഓർഗൻസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് ആ സമയത്ത് എന്താ വെച്ചാൽ, നമ്മൾ റിപ്പീറ്റേറ്റീവ് എക്സസൈസസ് ഓൾവേസ് മേക്സ് ദ മസിൽ ബൾക്ക് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൂടുതലും
നമുക്ക് ആ ഒരു മസിൽസിൻ്റെ മാക്സിമം ഫ്ലെക്സിബിലിറ്റിയിലേക്കും എലാസ്റ്റിസിറ്റിയുമാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കൂടുതൽ ലാഘവം വരുന്നു. ജോയിൻറ്റിൻ്റെയും മസിലിൻ്റെയും ഹെൽത്ത്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ബ്ലഡ് സർക്കുലേഷനും ഒക്കെയാണ് അതിനകത്തുനിന്ന് കൂടി കിട്ടുന്നത്. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അധികം ആരും സംസാരിക്കാത്ത ഒരു സംഭവമാണ് ഹയറ്റസ് ഹെർണിയ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ. ഹയറ്റസ് ഹെർണിയ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്ക് വാള് കുറച്ച് പോപ്പപ്പ് ചെയ്ത് ഡയഫ്രം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കും. ഈ കയറി നിൽക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിൽ ഹയറ്റസ് ഹെർണിയയ്ക്ക് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ഇതിനകത്തുള്ള ഏറ്റവും എൻ്റെ യോഗാശ്രമിൽ അതിനൊരു പോംവഴിയുണ്ട്. അതെന്ന് പറയുന്നത് ഈ ഡയഫ്രത്തിനെ നമ്മുടെ സ്റ്റൊമക്ക് വാളായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള യോഗ പോസ്റ്റേഴ്സ് ചെയ്താണ് നമ്മളതിനെ ഇത് ചെയ്യുന്നത്. അതിന് നല്ല രീതിയിൽ നമ്മുടെ ഭുജംഗാസന, കോബ്ര പോസ് പോലത്തെയും അങ്ങനത്തെ, ഇനിയിപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് ഇതുപോലെ ചെയ്ത് പ്രശ്നമാക്കരുത്, അതുകൊണ്ട് ഞാൻ ആ പേരുകളൊന്നും തന്നെ പറയുന്നില്ല. അങ്ങനത്തെ ചില ലിമിറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് മാത്രം ചെയ്ത് ആ ഒരു അവരുടെ ഒരു എന്താ പറയുക, അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രോട്ടോക്കോള് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. ഈ ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മളെ ആളുകൾ എന്തിനും ഹാർഡ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനേയും ശ്രമിക്കുന്നതിന് അതിൻ്റെ അവസാനം കിട്ടുന്ന റിസൾട്ടിനെ കൂടി ബന്ധപ്പെട്ടിരിക്കും. ഇപ്പോൾ ജിമ്മിൽ പോയി ചിലപ്പോൾ അത് വെയിറ്റ് ഗെയിനിങ് ചെയ്യുന്നവരായിരിക്കാം, മസിൽ പെരുപ്പിക്കാനുള്ളവരായിരിക്കാം, വെയിറ്റ് ലോസ് ചെയ്യുന്നവരായിരിക്കാം. എന്താണ് റിസൾട്ട് കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ യോഗയുടെ കാര്യത്തിൽ പലരും പറഞ്ഞിട്ടുള്ള സംഭവം, ഇത് നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ചെയ്യുന്നത് വിസിബിൾ അല്ല. നമ്മൾ ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ സംഭവിക്കുന്നതായിരിക്കാം. നമുക്ക് ആകാരവടിവിനപ്പുറത്തേക്ക് ഞാൻ അതിലോട്ട് വരുന്നത്, അതിനപ്പുറത്തേക്ക് ആകാരമായിട്ടുള്ള അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള അതിനപ്പുറത്തേക്ക് ആന്തരികമായിട്ടുള്ള ഒരു സൗന്ദര്യത്തിൻ്റെയും അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യത്തെ ഗുണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ വിസിബിലിറ്റി എന്താ ശരിക്കും യോഗയിൽ? നമുക്ക് ശില്പ ഷെട്ടി തന്നെ വിസിബിലിറ്റിയിൽ നമ്പർ 1 ഉദാഹരണമാണ്. എത്രയോ ബോളിവുഡ്, ഹോളിവുഡ് സെലിബ്രിറ്റീസ് ഞാൻ ചോദിക്കുന്നത് വാക്കിൽ തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഇതിന്റെ വിസിബിലിറ്റി അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് കൃത്യമായിട്ട് ലേഡീസിലും എല്ലായിടത്തിലും കാണുന്നത് വെച്ചാൽ എക്സ്ട്രാ ഫാറ്റ് ചോപ്പിങ്ങും ആ ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. അവരുടെ ഷേപ്പാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട്. അത് വർക്കൗട്ടിൽ ജിമ്മിൽ നടക്കും. വർക്കൗട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞ ജിമ്മിന്റെ ഒരു ജിമ്മിന് പറ്റില്ല, യോഗയ്ക്ക് പറ്റുന്ന. ഞാൻ ചോദിക്കണ വ്യത്യാസം അവിടെയാണ്. യോഗയ്ക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആക്കാൻ പറ്റുന്ന വിസിബിലിറ്റി ഉണ്ടാകുന്ന റിസൾട്ട് എന്തായിരിക്കും? അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്റേണൽ ഓർഗൻ ഡീടോക്സിഫിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ. അതായത് ഉള്ളിലുള്ള ഫാറ്റി ലിവർ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക്, അല്ലെങ്കിൽ ആസ്മ പോലത്തെ പ്രശ്നങ്ങൾക്ക് ബ്രത്ത് വർക്കിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം വരുന്നത്. അതായത് പിന്നെ കൂർക്കം വലി, സ്ലീപ്പ് അപ്നിയ, ഇങ്ങനത്തെയൊക്കെ ഉള്ള കേസിൽ നമുക്ക് ഒബ്സ്ട്രക്ഷൻ വന്നിരിക്കുന്ന സംഭവത്തിൽ നമുക്ക് എക്സസൈസ് ചെയ്ത് ജിമ്മിൽ പോയാൽ അവർക്ക് ഫാറ്റ് റിഡക്ഷൻ സംഭവിക്കും, അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ആ എയർവേയും അങ്ങനത്തെ കാര്യങ്ങളുള്ള ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ മാറ്റാനായിട്ട് യോഗയിലുള്ള ബ്രത്ത് വർക്കുകളും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇത്. പിന്നെ മോറോവർ ഒരു മെൻ്റൽ ഹെൽത്ത് ഇല്ലാതെ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ടോ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? അവർ ഭയങ്കര ഡള്ളാണ്, അവർക്ക് ഭയങ്കരമായ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്തിരിക്കും. അപ്പോൾ അവർക്ക് മൈൻഡ്ഫുൾനെസ്സും യോഗയിലൂടെ ആ ഒരു സന്തുലിതാവസ്ഥ വന്നാലല്ലേ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. അതേപോലെ തന്നെ വയറിൻ്റെ ഇഷ്യൂസ്, പ്രോട്ടീൻ ഡൈജസ്റ്റ് ആവാത്ത ആൾക്കാർ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നു അല്ലെങ്കിൽ പ്രോട്ടീൻ ഓവറായിട്ട് കഴിക്കുന്നു, അവരുടെ മസിലിൽ അത് പിടിക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അവർക്ക് മസിൽ ബിൽഡിങ് നടക്കില്ല, അവർക്ക് ചിലപ്പോൾ മസിൽ ഡിറ്റീരിയോറേഷൻ ആയിരിക്കും നടക്കുന്നത്. ഞാൻ ഇതൊന്നും ജിമ്മിനെ തെറ്റായി പറയുന്നതല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ എപ്പോഴും നമ്മുടെ ഹെൽത്ത് കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ. യോഗ ഈസ് ഓൾവേസ് എ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ നിങ്ങൾ ഹെൽത്ത് ഓക്കെ ആവാൻ വേണ്ടിയിട്ടായിരിക്കണം യോഗ ചൂസ് ചെയ്യണേ. നമ്മൾ ബ്യൂട്ടി ആസ്പെക്റ്റ് അതിനകത്ത് സെക്കൻഡറി ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹെൽത്താണ്. അപ്പോൾ ഹഠയോഗ ഇസ് ആക്ച്വലി ഫോർ ഹെൽത്ത് ആൻഡ് വെൽനസ് തന്നെയാണ് അതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ. ഇത് ശരിക്കും ഒരു ഹീലിംഗ് പ്രോസസ് നടക്കുന്നുണ്ട്. ഐ മീൻ പലപ്പോഴും യോഗേനെ കണക്ട് ചെയ്തിരിക്കുന്ന വ്യായാമ മുറകൾക്ക് അപ്പുറത്തേക്കായിട്ട് ഇതിനൊരു രോഗശാന്തിയായിട്ട് കണക്കാക്കിയിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സമകാലികമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരിലേക്കും വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ എന്നുള്ള രീതിയിലേക്ക്, ഭയങ്കരമായിട്ട് ഭീതി ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എവിടേക്ക് യോഗ ക്യാൻസർ മുക്തി എന്നുള്ളൊക്കെ ഒരു കാരണം കൂടി ആവുന്നുള്ള രീതിയിലേക്ക് കേൾക്കാൻ പറ്റും. ഇതിൽ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട്? അതിനകത്ത് ഓക്സിജനേഷനാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതായത് നമ്മളുടെ ഓരോ സെല്ലിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് നമുക്ക് കൂടുതൽ കിട്ടുമ്പോൾ ഒരു ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഒരു നല്ല ഒരു ബ്രത്ത് വർക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോണും ഇതാവും. അത് കൂടാതെ നമ്മുടെ ആ ഓക്സിജനേഷൻ ഇസ് വൺ ഓഫ് ദി മെയിൻ ഇതാണ് ഈ ക്യാൻസർ
ക്യാൻസർ പേഷ്യൻസിന്റെ കാര്യത്തിൽ വരുന്നത്. വന്നൊരാളെ അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ക്യാൻസർ വരാതിരിക്കാനാണോ അല്ലെങ്കിൽ വന്നൊരാളെ എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടി ക്യൂറബിൾ ആക്കാനാണോ, ഏതാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് ക്യാൻസർ വരാതിരിക്കാനായിട്ട് നമുക്ക് കുറേ എക്സസൈസ് ഫോംസും ഉണ്ട്, ബ്രത്ത് വർക്കുകളൊക്കെ ചെയ്ത് പിന്നെ നല്ലപോലെ ഡയറ്റും കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരാതിരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും നോക്കാൻ പറ്റും. പക്ഷെ വന്നു കഴിഞ്ഞ ഒരു ക്യാൻസറിനെ ഒരിക്കലും യോഗ കൊണ്ട് ഹീൽ ചെയ്യാമെന്ന് എവിടെയും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് കീമോതെറാപ്പി ചെയ്ത് അതിന്റെ പോസ്റ്റ് ഇഫക്ട്സ് ഉണ്ടല്ലോ, അതിനകത്ത് അഗെയിൻ യോഗ വിൽ ഡു വണ്ടേഴ്സ് ഇൻ ദർ ഹീലിംഗ് പ്രോസസ്. ആ ഹീലിംഗ് പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് സൈഡ് എഫക്ട്സ് കുറയ്ക്കാനായിട്ട് യോഗയും നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. വളരെ ലളിതമായി ചോദിച്ചോട്ടെ, വരാതിരിക്കാനാണെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് ആക്ഷൻസ്, അങ്ങനെ പറ്റുമോ? ഐ മീൻ കാരണം നമുക്ക് കുറച്ചും കൂടി ബ്രത്ത് വർക്കുകൾ ഇപ്പം എൻ്റെ അത് പറയുവാണെങ്കിൽ നമ്മുടെ പ്രാണായാമ വീഡിയോ നമുക്ക് ഫ്രീ ട്യൂട്ടോറിയൽ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇത് ചെയ്തിട്ടുണ്ട്, എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയത്. അതായത് റൈറ്റ് നോസ്ട്രൽ ബ്രീത്തിങ്, ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീത്തിങ്, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ സംഭവങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ തന്നെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഒത്തിരി പേര് അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഈ ഒരു യോഗ പ്രാക്ടീസ് തുടങ്ങിയതോടുകൂടി തന്നെ എൻ്റെ അലർജി ഇഷ്യൂസ് മാറി, അതുപോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി പ്രൊഡക്ടിവിറ്റിയും ഊർജ്ജസ്വലതയോടുകൂടി എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു പ്രിവെൻഷനാണ്. നമ്മളറിയില്ല ആ ആൾക്ക് ക്യാൻസർ വരാനുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളത് മുമ്പേ തൊട്ടത് തുടങ്ങിയതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അമ്മയ്ക്കോ അച്ഛനോ ഒരു ക്യാൻസറിൻ്റെ ഇത് ഉണ്ടായിരുന്നു, പക്ഷേ ഈ കുട്ടി അല്ലെങ്കിൽ ഈ പെൺകുട്ടിയോ ആൺകുട്ടിയോ നല്ല രീതിയിലുള്ള അത് മനസ്സിലാക്കി അതിനായിട്ടുള്ളൊരു യോഗയും അതുപോലെ തന്നെ ഡയറ്റും എല്ലാം. ഞാൻ എപ്പോഴും യോഗ ആൻഡ് ഡയറ്റ് ഒരുമിച്ച് പറയുന്ന ഒരാളാണ് കേട്ടോ, അല്ലാതെ യോഗ കൊണ്ട് മാത്രം മിറാക്കുലസ് റിസൾട്ട് എന്ന് ഞാൻ ഒരിക്കലും എവിടെയും പറയാറില്ല. യോഗ ആൻഡ് ഡയറ്റ് നല്ല രീതിയിൽ ചിട്ടയോടുകൂടി ചെയ്യുവാണ് ഡെഫിനറ്റ്ലി ഇവർക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പലപ്പോഴും സ്ത്രീകളിൽ കൂടുതലായിട്ട് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നു, അതിനേക്കാൾ ഉപരിയായിട്ട് യൂട്രസ് എന്നുള്ള ഇപ്പോൾ ഫൈബ്രോയിഡ്സിൻ്റെ ഇത് ഭയങ്കരമായിട്ട് കാണുന്നത്, ഭയങ്കരമായിട്ടത് നോർമലൈസ് ചെയ്ത് തുടങ്ങി അല്ലേ? ഇതൊക്കെ അതുണ്ടോ? അത് സ്വാഭാവികമാണ് എന്നുള്ളൊരു, ശരിക്കും എന്താ ഒരു പ്രതിവിധിയായിട്ട് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളുണ്ടോ ശരിക്കും? ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള അവൈലബിലിറ്റി ഓഫ് ഫുഡുകൾ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം. അതായത് യൂട്രസിൻ്റെ എല്ലാ ഇഷ്യൂസും വരുന്നത് ഫുഡിൽ നിന്നാണ് മെയിനായിട്ട്. ഡയറ്റ് നല്ല രീതിയിൽ ഇവരെ എല്ലാവരും നോക്കുമ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണാൻ പറ്റും. അവരുണ്ട് ഞാൻ ഡയബറ്റിക് അല്ല എന്ന് പറയും, പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് അവർക്കുണ്ട്. അതായത് അവർ പ്രീ ഡയബറ്റിക് ആണ്. അപ്പോൾ അവർ ഫാസ്റ്റിങ്ങിൽ എന്ന് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു എത്ര നാൾക്കുള്ളിൽ ഡയബറ്റിസ് ആവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് ആ ടെസ്റ്റിൽ നിന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഈ പറയുന്ന ടെസ്റ്റുകളും കാര്യങ്ങളും, ഇതുപോലെ ഞാനൊരു ടെസ്റ്റിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡോക്ടർ ഭയങ്കരമായിട്ട് എനിക്കെതിരെ ഇത് ചെയ്തു, നിങ്ങൾ ഹൗ എലിജിബിൾ യു ആർ ടു ട്രീറ്റ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ജോലി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ടെസ്റ്റുകൾ വെച്ച് ആ ഒരു പ്രശ്നത്തിലേക്ക് പോവാതിരിക്കുക, പ്രിവെൻഷനാണ് ഞങ്ങൾ എപ്പോഴും നോക്കുന്നത്. അല്ലാതെ ഞാൻ നാളെ പോയി ഫൈബ്രോയിഡിൻ്റെ സർജറി ചെയ്യാനോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ മാറ്റാനോ അതൊന്നും ഞാൻ എലിജിബിൾ അല്ലല്ലോ. അപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? സമൂഹത്തിൽ നമ്മൾ ഇന്ന ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് പറയാനുള്ള എല്ലാ യോഗ്യതയും നമ്മളുടെ ബിരുദത്തിനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ന്യൂട്രീഷനെ പറ്റി പറയാനുള്ള യോഗ്യതയും ഞങ്ങളുടെ സബ്ജക്റ്റിലുണ്ട്. അപ്പം ആ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് സ്ത്രീകൾക്ക് ഒത്തിരി പേർക്ക് ഉപകാരമാവുകയും അവർ താഴെ പറയുകയും ചെയ്തു. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിബോഡീസിൻ്റെ ടെസ്റ്റ്, അതേപോലെ തന്നെ പല വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ്, ഇതൊക്കെ യൂഷ്വലി എല്ലാവരും പറയണം അതൊന്നും അത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല, കുറച്ച് സൂര്യപ്രകാശം കൊണ്ടാൽ മതി എന്ന് പറയും. പക്ഷേ പലപ്പോഴും നമ്മൾ പ്രിവെൻഷൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മേഖല എന്ന് പറയുന്നത് ആ ആളെ ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി ആക്കി അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഗട്ട് ഹെൽത്ത് പ്രദാനം ചെയ്ത് അവരെ ആ ഒരു അസുഖത്തിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ആയുഷ് ഡോക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും കർത്തവ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്യൂറബിൾ സ്റ്റേജ് ആണോ അല്ലേ എന്നുള്ളത് അറിയില്ലായിരിക്കും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും രോഗമുക്തി നേടുക എന്നുള്ളതാണ്. അത് ഏത് വിധേനയും എന്നുള്ളത് അലോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ ആരെ സമീപിച്ചാണെങ്കിൽ പോലും ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാറ്റുക എന്നുള്ളതാണ്, ഹീൽ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്വം. പക്ഷേ നേരെ ഇത് ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഈഗോ ഭയങ്കരമായിട്ട് കയറി അടിക്കുന്നുണ്ട് അല്ലേ? ഇത് അനിവാര്യമാണെന്ന് ചോദിച്ചാൽ അല്ല, ഈഗോ എന്നുള്ള സാധനം. പക്ഷേ ഇത് എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ടാവുക? ഈ രോഗമുക്തിക്ക് ഞങ്ങളാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങളിലൂടെ സാധിക്കൂ എന്നുള്ളത് അവകാശവാദങ്ങളും ആർഗ്യുമെൻറ്റ്സും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും?
കാരണം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കരമായ അസഹിഷ്ണുത ഇതിനകത്ത് പല സിസ്റ്റത്തിനും വരുന്നുണ്ട്. അത് എന്തിനാന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹോമിയോ നല്ല സിസ്റ്റമാണ്, ആയുർവേദം നല്ല സിസ്റ്റമാണ്, അലോപ്പതി നല്ല സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു ഞാൻ വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഒരു ത്രെട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് യോഗ കൊണ്ടും ഇതുകൊണ്ടും മാറ്റി തരാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പറ്റില്ല. അലോപ്പതി എടുക്കേണ്ടടുത്ത് അലോപ്പതി തന്നെ എടുക്കണം. അതുപോലെ എല്ലാ എമർജൻസിയിലും അവരെ സമീപിക്കണം. അത് നമ്മൾ സൗഹാർദ്ദമായിട്ട് പോയാൽ പോരെ. എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലൂടുന്നത്? കാരണം എനിക്കുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഡയറ്റ് കൊടുത്ത് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പാതകമൊന്നുമല്ല. അത് അവർക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് അവർക്ക് സഫിഷ്യൻ്റ് ആക്കിയിട്ട്. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഈ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ചെറുതായിട്ടൊരു ബോർഡർ ലൈനിലേക്ക് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ടാബ്ലറ്റ് കൊടുക്കും. അതേസമയം വൈറ്റമിൻസ് കുറച്ച് കുറഞ്ഞു കിടന്നാൽ സാരമില്ല, അത് നമ്മൾ പിന്നെ. പക്ഷെ ഒരു വൈറ്റമിൻ B12 നിങ്ങളുടെ ഫോക്കസും മെമ്മറിയും കോൺസെൻട്രേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് 100-ലൊക്കെ കിടക്കാതെ കുറച്ചൊരു 500-ൽ കിടന്നാൽ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫോക്കസോടുകൂടി ജോലി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വൈറ്റമിൻ D അതെന്ന് പറയുന്നത് സൂര്യപ്രകാശം കൊണ്ട് കരിഞ്ഞുണങ്ങി ഇത് ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു സപ്ലിമെൻ്റ് എടുത്തു എന്ന് വെച്ചപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ഇപ്പോൾ 17-18 വെക്കുമ്പോൾ അത് സാരമല്ല, ഒരു മാസം ഒരു വൈറ്റമിൻ, അങ്ങനെയല്ല. അതൊരു 60-70 എപ്പോഴും നമ്മളൊരു ടെസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വൈറ്റമിൻസും മിനറൽസും നമുക്ക് സഫിഷ്യൻസി ഉണ്ടാവണം. അതേസമയം നമുക്ക് ഷുഗറും കൊളസ്ട്രോളും അതുപോലെ തന്നെ ക്രിയാറ്റിൻ അതൊക്കെയാണ് താഴ്ന്നിരിക്കുന്നത്. പക്ഷെ ആളുകൾ പലപ്പോഴും ഈ സപ്ലിമെന്റ്സ് എടുക്കുന്നതിനെ കുറിച്ചിട്ട് അത്ര ഇങ്ങോട്ട് ധാരണയില്ല. അത് ഉൾക്കൊള്ളാൻ പറ്റാന്ന് വെച്ചാൽ പലപ്പോഴും അത് കേട്ടാൽ പോലെ അത് ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്തയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഉൾക്കൊള്ളാൻ കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ഇത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും? ന്യൂട്രീഷണൽ തെറാപ്പി നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കെമിക്കൽസോ ഒരു സാധനങ്ങളും അതിനകത്ത് വരുന്നില്ല. നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് പൊടിച്ച്. ഇപ്പോൾ ഉലുവയുടെ സത്തുള്ള ചില സാധനങ്ങളായിരിക്കും വയറിന്റെ ശോധനയ്ക്കോ അല്ലെങ്കിൽ ഷുഗർ കുറയ്ക്കാനായിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും പ്രശ്നം പറ്റാം. പക്ഷേ ഈ സപ്ലിമെന്റ്സ് എടുക്കുന്ന സമയത്ത് ഇത് മെഡിസിൻ അല്ല, ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ആളുകൾ ചിന്ത പോകുന്നത് അല്ലേ? ഇത് ടാബ്ലറ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ ടാബ്ലറ്റ് ഫോം ആണെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ ശരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഉള്ളൊരു കോൺട്രാ ഇൻഡിക്കേഷൻ ഞാൻ പറയാം. ചുമ്മാ വലിച്ചുവാരി സപ്ലിമെൻറ്റ്സ് ഒരു എന്താ പറയുക മാർക്കറ്റിംഗ് ടീമോ അല്ലെങ്കിൽ ഒരു സെല്ലേഴ്സ് പോലെ വന്നിട്ട് ആൾക്കാർ ഡോക്ടേഴ്സ് അല്ലാത്തവർ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലുണ്ടെന്ന് വെച്ചാൽ 1, 2, 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ളത് മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ. ഞാൻ സപ്ലിമെൻറ്റ്സിൻ്റെ വലിയൊരു പ്രൊമോട്ടറൊന്നും അല്ല. പക്ഷെ ഞാനിപ്പോൾ ഇത് ചോദിച്ചുകൊണ്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഡയറ്റിൽ തന്നെയാണ്. ഞാൻ പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് പ്രോട്ടീനും കുറച്ച് ഫാറ്റും ഒക്കെ ഇതാക്കി നിങ്ങൾ യോഗയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ രോഗങ്ങൾ മാറ്റി നിങ്ങൾ പൊക്കോ എന്നുള്ളത്. ആയുഷിലെ സപ്ലിമെന്റ്സ് അങ്ങനെയുണ്ടോ അതോ നമ്മൾ ഈ അലോപ്പതിയിൽ തരുന്ന എങ്ങനെയാ ശരിക്കും ആ ഒരു ഡിഫറൻസ്? നാച്ചുറോപ്പതിയിൽ പ്രോബയോട്ടിക് സപ്ലിമെന്റ്സ് ഉണ്ട്. അത് എന്താ ശരിക്കും അത് കൊടുക്കുന്നത്? നമ്മൾ എന്താ ഡിഫറൻസ് ശരിക്കും നമ്മൾ എടുക്കുന്ന ടാബ്ലറ്റ് ആയിട്ട്? ടാബ്ലറ്റ് എന്ന് പറയുന്ന പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ലാക്ടോബാസിലസ് ബാക്ടീരിയയുടെ സ്ട്രെയിൻസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല ഈ വയറു ശോധനയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ചിലപ്പോൾ അതിനകത്ത് ഈ പെരിഞ്ചീരകം, ഉലുവ ഇങ്ങനത്തെ ഒക്കെ പൊടിച്ചായിരിക്കും ആ ടാബ്ലറ്റ് വരുന്നത്. പിന്നെ നമ്മളുടെ സ്ട്രെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ചിലപ്പോൾ അശ്വഗന്ധ പോലത്തേക്ക് ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ടാബ്ലറ്റ് ഫോമിൽ വരുന്നത്. ശരിക്കും എന്താണ് കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുക്കുക? നമ്മൾ ഇതെല്ലാം നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇത് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് എന്നാണോ? നഷ്ടപ്പെടുമ്പോൾ ഇത് ഇത്തരത്തിൽ സപ്ലിമെന്റ്സ് എടുക്കുന്നതാണോ? എന്താ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ പറയാം ഡയറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഡയറ്റ് എടുക്കാനായിട്ട് അവർ പറയണം ഞാൻ ബാച്ചിലറായിട്ട് നിൽക്കുവാണ്, എനിക്ക് ഇപ്പം രോഹൻ്റെ പോലത്തെ ഒരു അവസ്ഥയാണ്, ഷൂട്ടാണ്, എനിക്ക് ഒട്ടും കറക്റ്റായിട്ട് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ വയറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് താനും അങ്ങനെ പറയും. അപ്പം ഞാൻ അറിയാം തമാശക്ക് പറഞ്ഞു എന്നെ കുറിച്ച് പറയാനല്ല, ഇത് പറഞ്ഞു വരുന്നത് മുഴുവൻ ഇങ്ങോട്ടാണ്. നല്ല പ്രശ്നമുണ്ട് ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞത് തമാശക്ക് പോലെ മറ്റേ പടത്തിൽ പറയില്ലേ ഇതെല്ലാം കൃത്യമായിട്ട് പറയുമ്പോ കൊച്ചനിപ്പ് ചോദിക്കില്ലേ ജോത്സ്യനാണോ ചോദിക്കുന്ന ഒരാളെ ഇപ്പൊ യോഗ കൊണ്ട് കിട്ടിയ ഒരു സിദ്ധിയെന്ന് വിചാരിക്കും. അതെ, സത്യത്തിൽ കുറെ സിദ്ധികൾ ഉണ്ടെന്നൊക്കെ ഞാൻ അതിലോട്ട് വരണം എന്ന് വെച്ചാൽ കുറെ സിദ്ധികളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്ന മുഴുവൻ യോഗയാണ്, പക്ഷെ എവിടെയൊക്കെയോ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയിട്ടുള്ള ഒരു സിദ്ധി തലയ്ക്ക് മുകളിൽ വട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണോ?
ഏറെക്കുറെ. പക്ഷെ അതൊന്നും ഞാൻ മാർക്കറ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്തതും എവിടെ സംസാരിക്കാത്തതുമാണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് ശരിക്കും അങ്ങനെയുള്ള സംഭവങ്ങൾ സിദ്ധികൾ കിട്ടുക നമ്മളത് സിനിമയിലേക്ക് ചിലപ്പോൾ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഗ്രന്ഥങ്ങളിലെ പുസ്തകങ്ങളിലൊക്കെ വായിക്കുമ്പോഴൊരു വാക്ക് കേട്ടിട്ടുണ്ടാവുക. ശരിക്കും ഇത് കൈമാറി കിട്ടുന്നതാണോ, അത് എങ്ങനെയാണ് ശരിക്കും സംഭവം, അങ്ങനെ ഉണ്ടോ ശരിക്കും, അതിന്റെ യാഥാർത്ഥ്യം എന്താ? വലിയ സിദ്ധി എന്നുള്ളതല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ മെഡിറ്റേഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറെ ഇൻഡ്യൂഷൻസും ഒക്കെ നമുക്ക് നല്ല അത് യോഗയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണോ അല്ലാതെ? യോഗ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇതിനകത്തുള്ള ഒരു പാഷനും ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ അത് ആ മേഖലയായിട്ട്, ഇതെന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. അതെ, ശരിക്കും ശരിക്കും ഈ ആൾ ദൈവങ്ങളൊക്കെ ഉണ്ടാവുന്നേ ആണോ? അയ്യോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റി മിണ്ടേ ചെയ്യാത്തത്. കാരണം ഞാൻ ഇനി ഒരു അഖിലാനന്ദമയോ അങ്ങനെയൊന്നും ആവാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരാളാണ്. ശരിക്കും അങ്ങനെ ഒരു പേരൊക്കെ കണ്ടെത്തേണ്ട സമയമായോ? ഇല്ല. ഞാൻ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ എല്ലാവരും പലപ്പോഴും ഞാൻ പുറത്ത് ആഹാരം കഴിക്കാൻ പോകുമ്പോഴൊക്കെ ഡോക്ടർ വെജിറ്റേറിയൻ അല്ലേ? ഞാൻ പറഞ്ഞ അല്ല, എൻ്റെ ഫാമിലി വെജിറ്റേറിയൻ ഫാമിലിയാണ്. ഞാൻ നോൺ വെജിറ്റേറിയൻ. എൻ്റെ അച്ഛൻ നല്ലപോലെ എന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ നോൺ വെജിറ്റേറിയൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് അത് ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കും. അപ്പം എനിക്ക് യോഗിനി പട്ടമൊക്കെ തന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ ന്യൂട്രീഷ്യസ് ഫുഡിനോടാണ്. ഞാൻ മുട്ടയ്ക്ക് മുട്ട, ചിക്കന് ചിക്കൻ, ഫിഷിന് ഫിഷ്, ഇതെല്ലാം കഴിക്കണം നമ്മൾ ആവശ്യത്തിന്. നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്ഡും ജങ്ക് ഫുഡ്സിലേക്കും പോകാതെ നോക്കുക എന്നുള്ളതാണ്. വിഷയത്തിൽ തന്നെ മാറാതെ പറയൂ, സിദ്ധിയെ കുറിച്ച് പറയൂ. അതല്ല, എനിക്ക് കുറച്ച് നമ്പറൊക്കെ കാണുന്നു. അത് ഇവിടെ വേണ്ട, ഈ പ്ലാറ്റ്ഫോമിൽ വേണ്ട. ശരിക്കും എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട്, കാരണം ചെറിയൊരു കാര്യം കിട്ടുമ്പോൾ ചിലപ്പോൾ ആളുകൾ അത് ഭയങ്കരമായിട്ട് ഇതിന് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കലാണ് ആദ്യം. എല്ലാം ഒരു ബിസിനസ് മൈൻഡാണ്. ഇതില്ലെങ്കിൽ ചിലപ്പോൾ അതിനൊരു സീക്രട്ട് സ്വഭാവം ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കാം. ഇത് രണ്ടുമില്ലാതെ എന്തുകൊണ്ടാണ് അതിനിങ്ങനെ പരിപോഷിപ്പിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? കാരണം നമ്മൾ ചില കാര്യത്തിൽ പറയില്ലേ, നമുക്ക് പണ്ടത്തെ ആൾക്കാർ പറയുന്നു മരുന്നും വേണം മന്ത്രവാദവും വേണം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ മരുന്ന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രോഹനെ ഞാൻ വിട്ടു, നമ്മുടെ ഇപ്പോൾ വിഷ്ണു, ഇവിടെ ഇരിക്കുന്ന വിഷ്ണു നമ്മളുടെ പറഞ്ഞ പോലെ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡോക്ടറെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ പറയാം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ദൈവം കഴിച്ചോ പൊക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ വിഷ്ണുവിന് മാനസികമായിട്ട് എന്ത് തോന്നും? വിഷ്ണു ഒത്തിരി ദൂരത്തുനിന്ന് എന്നെ കാണാൻ വന്നിട്ട് ഇങ്ങനെയാണ്, ആ ഡോക്ടർ വളരെ മോശമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയണം, വിഷ്ണു കുറച്ച് നമുക്ക് ബ്രത്ത് വർക്കൊക്കെ ചെയ്യിപ്പിച്ച് നമ്മുടെ ഒരു ഡോക്ടർ, എനിക്കിപ്പോൾ എല്ലാവരെയും ഈ പറഞ്ഞ ലോകത്തുള്ള എല്ലാവരെയും എനിക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഡോക്ടേഴ്സ് ടീമുണ്ട്. ഞാൻ ഒരു 3 ദിവസം ഒരു ട്രെയിനിങ് അന്ന് ആദ്യം തന്നെ വിഷ്ണുവിൻ്റെ ആ സ്ട്രെസ്സൊന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് ആ രോഗത്തിലേക്ക് കയറാം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. ഞാൻ വിഷ്ണുവിനെ അവരെ വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് ബ്രത്ത് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വിഷ്ണുവിന് ആ ഒരു സമാധാനം കിട്ടി. ഈ സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം എനിക്ക് ഏറ്റവും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെയും എൻ്റെ യോഗാശ്രമിൽ വരുന്ന ആൾക്കാരെ പേടിപ്പിക്കില്ല. അപ്പം അത് ചിലപ്പോൾ എൻ്റെ മുത്തച്ഛൻ്റെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കാര്യമായിരിക്കാം. അവരെ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. അവർ വലിയൊരു പ്രശ്നമായിട്ടായിരിക്കും വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞാൽ സാരില്ല, നമുക്ക് നോക്കാം എന്നൊരു ഡോക്ടറിൻ്റെ വായിൽ നിന്ന് കേൾക്കണം. അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് അവരെ ഓടുപാട് ചീത്ത പറഞ്ഞ ഹെഡ് മാസ്റ്റർ കളിക്കുന്ന ഒത്തിരി സീനിയർ ഡോക്ടേഴ്സിനെ എനിക്കറിയാം. എത്ര ടെൻഷനോട് കൂടിയാണ് അവരൊക്കെ നമ്മുടെ അടുത്തേക്ക് പിന്നീട്, അവർ ചിലപ്പോൾ എന്നെക്കാളും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ എൻ്റെ അടുത്ത് വരുമ്പോഴും ചിലപ്പോൾ ഞാൻ എൻ്റെ നല്ല വാക്കുകളായിരിക്കും ചിലപ്പോൾ അവരെ ഹീൽ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഇങ്ങനെയുള്ള ഒരു ഹീലിംഗ് എനർജി വേണമെന്നില്ല. നമ്മുടെ നല്ല വാക്കുകൾ, നമ്മൾ അവരുടെ ഷോൾഡറിലൊന്ന് തൊട്ടൊന്ന് സമാധാനിക്കുക, സാരില്ല കേട്ടോ പോട്ടെ എന്ന് പറയുമ്പോൾ അതായിരിക്കും ഹീലിംഗ് എന്ന് പറയും. ഹീലിംഗ് എന്നുള്ള വാക്കിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നമ്മൾ ചിലവരുടെ ഒരു നോട്ടം, ഒരു ടച്ച്, ഒരു സ്പർശം, അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകൾ, ഇതൊക്കെ ഹീലിംഗിൽ പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാനീ പഠിച്ച നമ്മളുടെ ഇതിനകത്ത് കുറച്ച് ഹീലിംഗ് എനർജീസിനെ പറ്റിയും ഒക്കെ നമ്മുടെ സബ്ജക്റ്റിലുണ്ട്. പക്ഷെ അതിനകത്തേക്ക് എനിക്ക് പേഴ്സണലി ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് കൂടുതൽ ഋഷികേശ് പോലെയും ബാലി പോലെയുള്ള രാജ്യങ്ങളിലും ഒക്കെ പോയി കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചു. പിന്നെ ചിലപ്പോൾ ഇപ്പം എൻ്റെ മുത്തച്ഛനായിട്ട് എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്കിതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് നമ്മളുടെ യോഗ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു റിലാക്സേഷനൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് അവരെ ഒന്ന്
ഹീൽ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഈ അടുത്ത് ഇപ്പം വാക്കുകൾ കൊണ്ട് നമ്മളുടെ ഒക്കെ സമീപനം കൊണ്ട് മാറ്റാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ സ്റ്റോറിലുണ്ടായ ഒരു ഇഷ്യൂ, മാനേജറും അവരെ കസ്റ്റമേഴ്സ് തമ്മിലുണ്ടായി. അപ്പം അതിലുള്ള കമൻറ്റ് ബോക്സിൽ കൂടുതൽ വന്നൊരു കാര്യം ഈ ആങ്കർ മാനേജ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആളുടെ എന്ത് പൊസിഷനിൽ ഞാൻ നിൽക്കുന്നത്, ഞാനാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ആൾ എന്നുള്ളത് പോലും ആളത് മറക്കണ ഒരു കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇത് നിത്യജീവിതത്തിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളിലും നമ്മുടെ സഹപ്രവർത്തകരിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും, നമുക്ക് ചുറ്റും നമുക്ക് വന്നേക്കാം. എന്താ ശരിക്കും ഇത് ചെയ്യേണ്ട ഒരു കാര്യം, എന്തൊരു ആങ്കർ മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യം? ആങ്കർ മാനേജ്മെന്റ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും എല്ലാ ദിവസവും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ കൂടുതൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കസ്റ്റമറിന് തന്നെയാണല്ലോ. അപ്പോൾ ആരാണെങ്കിലും ഏതൊരു വ്യക്തി, ഞാൻ ആരെയും ഇത് പറയാൻ ഞാൻ ആളല്ല, പക്ഷേ ആരുടെ പേരില തെറ്റൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ യാഥാർത്ഥ്യം അറിയാതെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. പക്ഷെ നമ്മളെപ്പോഴും ഒരു ബ്രത്ത് വർക്കുകൾ, ഞാൻ പറഞ്ഞില്ലേ ദിവസത്തിൽ 5 മിനിറ്റ്, ഞാൻ വേണമെങ്കിൽ അതൊരു ഡെമോ പോലെ ഇതൊരു ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളുടെ ഒരു ഹോൾഡിംഗ് ഓഫ് ബ്രത്ത്, അതായത് ഞാനിപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഞാൻ ഈ മൂഡിലോട്ട് വരാം, അതായത് ഞാൻ ചന്ദ്രപടി ചാടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ശ്വാസം എടുക്കുന്നതിൽ ആദ്യം നമ്മൾ എത്ര 1:1:1:1:1 എന്നുള്ള രീതിയിലാണ് നമ്മൾ ബ്രത്ത് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇൻഹലേഷൻ എടുക്കാൻ പറ്റും, രോഹൻ എത്ര ഇൻഹലേഷൻ എടുക്കാൻ പറ്റും, അത്രയും നേരം രോഹൻ അത് ഹോൾഡ് ചെയ്യുക, അത്രയും തന്നെ എക്സൈൽ ചെയ്യുക, അത്രയും തന്നെ എക്സൈൽ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു എന്ന് എന്നോട് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഹേൽ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, എക്സൈൽ ചെയ്യുക, ഹോൾഡ് ചെയ്യുക ആൻഡ് ഇൻഹേൽ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, എക്സൈൽ ചെയ്യുക, ഹോൾഡ് ചെയ്യുക ആൻഡ് സ്ലോലി ഓപ്പൺ യുവർ ഐസ്. ശ്വാസം വിടുക. ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ ആ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു പിടുത്തം അല്ലേ, നമുക്കൊരു ചെറിയ രീതിയിലൊരു സഫോക്കേഷൻ വരും. ഇതെന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഒരു കൺട്രോളാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എൻ്റെ ഭാഷയിൽ പറയാം, ബ്രീതിങ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇമോഷൻസ് എന്ന് പറയും. അതായത് ഇപ്പം നാഗവല്ലി എടുക്കുക, നാഗവല്ലി വിടമാട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ ബ്രീത്ത് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ അവർ സ്ട്രെസ്ഫുൾ അല്ലേ, അപ്പം ദേഷ്യം വന്നപ്പോൾ അവരുടെ ബ്രീത്തിങ് എങ്ങനെയായത്, ഭയങ്കര ഫാസ്റ്റ് അല്ലേ. അതേസമയം വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൂവി പറയൂ, ഏതെങ്കിലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഏതെങ്കിലും ഒരു ഇത്. അപ്പോൾ അതിനകത്ത് ആ ലവേഴ്സ് ഇരിക്കുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഞാൻ വേണ്ട ലവേഴ്സ് വിട്ടേക്കാം, അമ്മയും കുഞ്ഞും കൂടിയും ഒരു കുഞ്ഞിനെ ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പം ആ കുട്ടി ഇങ്ങനെ ഇത് ചെയ്യുന്നു, എൻ്റെ ബ്രത്തും ആ കുട്ടിയുടെ ബ്രത്തും തമ്മിൽ ഒരു സിങ്ക് ചെയ്ത് കഴിയുമ്പോൾ അത് പതുക്കെ ഉറങ്ങിപ്പോവാം. മനസ്സിലായോ അല്ലേ? നമ്മളപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ പതുക്കെ ഉറങ്ങിപ്പോകുന്ന ആ ഒരു സട്ടിലായിട്ടുള്ള ബ്രത്തായിരിക്കും അന്നേരം വരുന്നത്. ആ സമയത്ത് ആ കുട്ടി എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാഗവല്ലിയെ പോലെ കാണിച്ച ആ കൊച്ചു വേഗം ചാടി എഴുന്നേക്കും അല്ലേ. അപ്പം ഇതാണ് ബ്രത്തും ഇമോഷൻസും തമ്മിലുള്ളൊരു ബന്ധം. അത് നമ്മൾ പറയാതെ തന്നെ, അത് സയൻസ് ഒന്നും വേണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം എപ്പോഴൊക്കെയാണോ ഇമോഷൻസ് കൂടുതലാവുന്നത് അപ്പോഴൊക്കെ നമ്മുടെ ബ്രത്ത് കൂടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബ്രത്തിനെ കൺട്രോൾ ചെയ്ത് ഇമോഷൻസിനെ കൺട്രോൾ. അത് നമ്മൾ പല കാര്യങ്ങളിലും അല്ലേ, ഇപ്പോൾ ഭയം വരുമ്പോൾ ഫാസ്റ്റ് ആവും കുറച്ച് അല്ലേ, അല്ലെങ്കിൽ കുറച്ചൊരു ആങ്സൈറ്റി പരിപാടികളിലോട്ട് വരുമ്പോൾ ഇതൊക്കെ മാറ്റം വരും എന്നുള്ളത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് കൂടി ചോദിക്കും. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ പെട്ടെന്ന് കൂടി വരുമ്പോൾ, ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ ഓടി വന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്റ്റാക്കേഴ്സ് കയറി വന്നു,
ഒരു കിതപ്പ് വന്നു കഴിഞ്ഞാൽ ആദ്യം പറയാ എടാ പോയിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും എന്നാ പറയാ. ഇതിനപ്പുറത്തേക്ക് നമ്മളുടെ ചിന്തിക്കുന്നില്ല എന്നുള്ള സംഭവം. അപ്പൊ ശരിക്കും ശരിക്കും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ലേ? നമ്മളെങ്ങനെ അല്ലെ ശ്വാസോച്ഛ്വാസം എങ്ങനെ എടുക്കുന്നു. കാരണം ആളെ സംബന്ധിച്ച് ഈ സ്റ്റെപ്പ് ഇവിടുന്ന് കയറി വന്നപ്പോഴായിരിക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ടൊരു ഇത് വന്നത്. അപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം, അത് ശരിയാണ്, സമ്മതിച്ചു. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ അതിനെ ഒരു ബ്രെത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അതായത് യു ആർ നോട്ട് അവെയർ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പാനിക് അറ്റാക്കും ഒക്കെ വരുന്ന എപ്പോഴാ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്തോ പെട്ടെന്ന് അതിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴല്ലേ പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. പാനിക് അറ്റാക്കിന്റെ ഡെഫിനേഷൻ അതൊന്നുമല്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ആങ്സൈറ്റി, ഈ പറഞ്ഞ എല്ലാ സോ കോൾഡ് സാധനങ്ങളും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ബ്രെത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അത് വരാതിരിക്കാം എന്നുള്ളതാണ്. അല്ലാതെ വന്നു പോയ സംഭവത്തെ പാനിക് അറ്റാക്ക് വന്ന് നിൽക്കുക, വേഗം ബ്രീത്ത് എടുക്കൂ, ശ്വാസം എടുക്കൂ എന്നൊന്ന് പറഞ്ഞാൽ അവർക്ക് കേൾക്കാൻ പറ്റില്ല. അവർ ഓൾറെഡി പ്രശ്നത്തിലിരിക്കുക. ശ്വാസത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ വാക്ക് തന്നെ ആദ്യം ചിലപ്പോൾ സ്കൂളിൽ കേൾക്കുന്ന PT മുമ്പായിട്ട് പീരീഡിന് മുമ്പായിട്ട് ചിലപ്പോൾ കൂടെ നിർത്തും, വരിയിൽ നിർത്തും, എന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറച്ച് നെക്ക് എക്സസൈസ് ഉണ്ട്. അതിന് ബ്രീത്തിങ്ങിന് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വരി ഇതിലാണ്, വൺ സൈഡ് ആക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലെ. അപ്പോൾ എന്താ ശരിക്കും ഇതിന്റെ പിന്നിലുള്ള അതിന്റെ കാരണങ്ങളും നമ്മൾ ചോദിച്ചില്ല. അത് എന്തുകൊണ്ടാണ് ഈ വൺ സൈഡ് ചെയ്യാൻ? വൺ സൈഡ് റൈറ്റ് സൈഡ് നോസ്ട്രൽ ബ്രീതിങ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നമ്മുടെ ഒരു ശാസ്ത്രീയമായിട്ടെന്നുള്ള, മറ്റേത് സൂര്യനും ചന്ദ്രനും എന്നുള്ള രീതിയിൽ, ഹോട്ട് ആൻഡ് കോൾഡ് എന്നുള്ള രീതിയിലാണ് യോഗയിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. സൂര്യ അനുലോമ വിലോമ, ചന്ദ്ര അനുലോമ വിലോമ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റിമുലേറ്റഡ് ആവുന്നത്. ഒരുമിച്ച് വരുമ്പോൾ കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും പർട്ടിക്കുലർ ആ ഒരു ഹെമിസ്ഫിയറിൽ അതിൻ്റെ സ്റ്റിമുലേഷൻ കിട്ടണമെന്നില്ല. നമ്മൾ ശരിക്കും വെൻ വി ആർ കോൺഷ്യസ് അബൌട്ട് ദ ബ്രെത്ത്, ഇപ്പം നമ്മൾ സാധാരണ പോലെ ചെയ്യുന്നു, നമുക്ക് സാധാരണ പോലെയല്ലേ ഇപ്പോൾ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനകത്ത് നമ്മളൊന്നും എക്സ്ട്രാ എടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ചില സമയത്ത് നമ്മൾ ശ്വാസം ഒരു മൂക്കിലൂടെയാണ് നമ്മൾ അറിയാതെ എടുക്കുന്നുള്ളൂ, ഒരു സൈഡാണ് ആക്റ്റീവ് വെക്കുള്ളൂ. പക്ഷെ നമ്മൾ കോൺഷ്യസ്ലി എന്താണോ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്, അതെന്തോ ആയിക്കോട്ടെ, അത് സ്വിമ്മിങ് ആയിക്കോട്ടെ, ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ, ഡംബൽസ് ആയിക്കോട്ടെ, ബ്രെത്ത് ആയിക്കോട്ടെ, നമ്മൾ കോൺഷ്യസ് ആയിട്ട് എന്താണോ ബോഡിക്ക് അറിഞ്ഞ് ചെയ്യുന്നത് അത് മാത്രമേ ഫലവത്താവുള്ളൂ. ഓക്കെ. നമ്മൾ ഇതിനൊപ്പം തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ആളുകൾ ഇതിൽ കുറച്ചുകൂടിയും ഫോക്കസ് ചെയ്യുന്നത് സൗന്ദര്യത്തെക്കുറിച്ച് ഭയങ്കര കൂടിയും അല്ലെ ശ്രദ്ധാലുക്കളായി തുടങ്ങി ആളുകൾ എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ മാർഗം കിട്ടുമോ, ഡിജിറ്റൽ മീഡിയയിൽ ആരൊക്കെ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നു അതിനൊക്കെ ഫോളോ ചെയ്യുക, ആ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. പ്രധാനമായിട്ട് അതിൽ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഈ ഫേസിൽ ചെയ്യുന്ന നമ്മുടെ ഇപ്പം യോഗയ്ക്ക് തന്നെ ഫേസ് യോഗയുടെ ഒപ്പം തന്നെ രണ്ട് രീതിക്കും പോകുന്നുണ്ട്. ഇല്ല അതല്ലാത്ത ഒരു വിഭാഗം പറയുന്നുണ്ട് നമ്മുടെ ഫേസിൽ നിന്നുള്ള രീതിയിൽ ചെയ്യുന്ന മസാജുകളൊന്നും ഗുണം ചെയ്യില്ല, ദോഷം ചെയ്യും. നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് അതിൻ്റെ കറക്റ്റ് ആവണം എന്നില്ല, ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നു എന്ന് പറയുന്നു. ചിലപ്പോൾ പെട്ടെന്ന് പ്രായം വന്നേക്കാം, ചുളിവുകൾ വന്നേക്കാം എന്ന് പറയുന്നു. പിന്നെ അപ്പുറത്തേക്ക് ഫേസ് യോഗ പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് വസ്തുത ശരിക്കും? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആലിയ ഭട്ട് അങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് അവരുടെ ഒരു ജീവിതത്തിൽ അവരുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമായിട്ട് വെച്ചിരിക്കുന്നതാണ് ഫേസ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് രീതിയിലേക്ക് വരുമ്പോൾ ഒരിക്കലും ആരും പ്രൊമോട്ട് ചെയ്യില്ല, കാരണം അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കും. പക്ഷെ നാച്ചുറലായിട്ട് നമുക്കിപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫേസിനെ എക്സസൈസ് ചെയ്യാൻ പണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ ഒത്തിരി എന്നൊക്കെ കാണിച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഫേസ് യോഗ. ശരിക്കും ആള് ചെയ്യുന്നത് തന്നെയാണ് ഫേസ് യോഗ എന്ന് പറയുന്നത്. ആ മസിൽസിന് സ്ട്രെച്ച് കൊടുക്കുക, കാരണം അതെല്ലാം ഐഡിൽ മസിൽസ് ആണ്. ആ മസിൽസിന് സ്ട്രെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ ജോലൈന്റെ കാലഘട്ടത്തിലൂടെ ജീവിക്കുന്ന എങ്ങനെയെങ്കിലും അല്ലെ എന്നുള്ള സംഭവത്തിലാണ് യോഗയെ പറ്റി ഇവിടെ ഭയങ്കര കോമഡി ആയിരിക്കും. പലരും പറയുന്നുണ്ട് ഓ ജോലൈൻ നോക്കി എന്നാ, ആദ്യം പറയുന്ന തന്നെ പോയിന്റ് അങ്ങോട്ടാണ്. നമ്മുടേതായിട്ടുള്ള കുറേ തരമുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കാം, അതൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കാം, എന്നാലും ആളുകളിലേക്ക് ഇതാണ് പോകുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കവളിൻ്റെ ക്യൂട്ടാണ്, പക്ഷെ ജോലൈൻ മസ്റ്റ് ആന്നൊക്കെ രീതിയിൽ പറയും. സോ ഫേസ് യോഗ ചെയ്യുന്നതിൽ കുറച്ച് ഒന്ന് രണ്ട് ടിപ്പുകൾ പറയണമെങ്കിൽ. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വീഡിയോ മിക്കവാറും വൈറലാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ ഈ ജോലൈൻ എന്ന് പറയുന്ന പിഞ്ചിങ് ഓഫ് ഇത് ഇങ്ങനെ പറയും. അതേപോലെ തന്നെ ലുക്ക് അപ്പ് ആൻഡ് കിസ് ദ സീലിംഗ് എന്ന് പറയുന്ന ഇതുണ്ട്. ഇത് ഞങ്ങളുടെ സിംഗിൾസിന് ഉദ്ദേശിച്ചാണ്, സിംഗിൾസിന് മാത്രം ഉദ്ദേശിച്ചാണ്.
അപ്പൊ ഞങ്ങൾ അങ്ങനെയെങ്കിലും ഒന്ന് kiss ചെയ്യട്ടെ. ഞാൻ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. രോഹൻ ചെയ്തോ. രോഹൻ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. അപ്പൊ രോഹന്റെ മസിൽസ് എത്ര നമ്പർ ഓഫ് മസിൽസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കും. ഇത് കിസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? മേലോട്ട് നോക്കിയിട്ട് എന്നിട്ട് ആ മസിൽസ് മുഴുവൻ എങ്ങനെയാണ് ഇതിൽ സ്ട്രെച്ച് ചെയ്യണം? കൈ എന്തെങ്കിലും പിടിക്കും? അങ്ങനെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് അങ്ങനെ നോക്കിയിട്ട് കിസ് ദ സീലിംഗ്, അത്രേ ഉള്ളൂ. അതിങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെച്ച്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോ എത്ര നമ്പർ ഓഫ് മസിൽസ് അവിടെ യൂസ് ആയി അല്ലേ? അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് സിംഗിൾസ് മാത്രം ചെയ്താൽ മതി, എല്ലാവരും കൃത്യമായിട്ടാണ് ചെയ്യട്ടെ, മേലോട്ട് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അവർക്ക് ഫേസ് യോഗയാണ് ചെയ്യണമെങ്കിൽ അവരെ സീലിംഗിൽ തന്നെയാണ് ചെയ്യണം. പിന്നെ അവിടെ തന്നെ നോക്കിയിട്ട് ക്ലിഞ്ച് യുവർ ടീത്ത് എന്ന് പറയും. അതായത് അങ്ങനെ കാണിച്ചു വെക്കും. അപ്പൊ നമ്മളുടെ ഈ മസിൽസ് മുഴുവൻ സ്ട്രെച്ച് ആവും. അപ്പൊ നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മൾ ഈ കൈയും കാലും എല്ലാം സ്ട്രെച്ച് ആക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ ഫേസിന്റെയും നെക്ക് മസിൽസിനെയും, നെക്കിനാണല്ലോ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പ്രായം ബാധിക്കുന്നത്. അപ്പൊ നെക്കിന്റെ മസിൽ സ്ട്രെച്ച് വരും. അപ്പൊ ആ നെക്കിന്റെ മസിൽ സ്ട്രെച്ച് അതിനകത്ത് ഇപ്പൊ വലിയ ഒരു പ്രശ്നമായിട്ടൊന്നും അതിനകത്തില്ല. ഇതിപ്പോ എല്ലാ ദിവസവും 2 സ്ട്രെച്ച് ചെയ്തു എന്ന് വെച്ചപ്പോ എന്താ സംഭവിക്കാൻ പോണത്? ശരിക്കും ഈ ഫേസ് യോഗ ആന്റി ഏജിങ്ങിനെ ഗുണം ചെയ്യും. പിന്നെ ഉണ്ട്. ആന്റി ഏജിങ്ങിന് ഇതല്ലാതെ വേറെ ഇതുണ്ടോ? എല്ലാവരും ചോദിക്കുന്നത് എളുപ്പവഴികളായിരിക്കും. ഞാൻ ഫേസ് യോഗയുടെ വർക്ക്ഷോപ്സ് ഓൾമോസ്റ്റ് മിക്ക മാസങ്ങളിലും ഞാൻ നടത്താറുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറയാം. ഒന്ന്, ഫേസ് യോഗയിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മൾ മറ്റേ ഹെഡിൻ്റെയും നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും ഹെൽത്താണ്. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹഞ്ച് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ രോഹൻ തന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ നേരത്തെ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് അറിയാതെ എന്താ പറയുക, ഈ യോഗ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എപ്പോഴും പോസ്റ്റർ എപ്പോഴും നോക്കും. അപ്പൊ ഷോൾഡർ കുറച്ചും കൂടി വൈഡ് ആക്കിയിട്ട് നമ്മൾ എപ്പോഴും വയ്ക്കുക. സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട്. അല്ല, അത് വളരെ സ്വാഭാവികമാണ്. ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച്, നിങ്ങൾ എത്രയോ നേരം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നീട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വിഷമിക്കേണ്ടി വരില്ല. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും അതുപോലെ തന്നെ ഈ മസിൽസും ഷോൾഡർ മസിൽസും സ്പൈനിൻ്റെ മസിൽസിൻ്റെ ഹെൽത്ത് ഉറപ്പുവരുത്തുക. അതാണ് ഫേസ് യോഗയിൽ ആദ്യം ഞാൻ പഠിപ്പിക്കുന്ന കാര്യം. അപ്പം അതിൻ്റെ റെസിസ്റ്റൻസ് എക്സസൈസ്, അതായത് ഈ ഫിസിയോതെറാപ്പിയിലൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന എല്ലാ വശത്തേക്കുള്ള റെസിസ്റ്റൻ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ ആ മസിൽസ് നല്ലപോലെ സ്ട്രെങ്ത് ആവും. ഞരമ്പുകളുടെ ജാമിങ് വരാതെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. രണ്ടാമതാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലത്തെ ആ ഫണ്ണി എക്സസൈസ് ഒക്കെ പഠിക്കാം. മിക്കി മൗസിൻ്റെ പോലെ നമ്മൾ ചുണ്ട് വയ്ക്കുക, ക്ലിഞ്ച് യുവർ ടീത്ത് ലുക്കിംഗ് അപ്പ്, പിന്നെ സൈഡിലേക്ക് നോക്കിയിട്ട് ബൈറ്റ് യുവർ ടീത്ത്, ഇങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ കാണിക്കുക. അതേപോലെ തന്നെ ഈ 32 പല്ലും കാണിച്ചിട്ട് ഈ എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇങ്ങനെ ഒത്തിരി ഫേഷ്യൽ മസിൽ എക്സസൈസുകൾ പഠിപ്പിക്കും. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മൾ ഈ ഡ്രെയിനേജ് ആണ്, അതായത് സൈനസ് ഡ്രെയിനേജുകൾ. നമ്മൾ ചെയ്യുന്നത് ചുമ്മാ ഡ്രൈ എന്തെങ്കിലും നിങ്ങൾ സ്ഥിരം ഇടേണ്ടതുണ്ടോ? അലോവേര ജെല്ലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ. എനിക്കിപ്പോൾ ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ലാത്ത ഒരാളാണ് ഞാൻ. വിർജിൻ കോക്കനട്ട് ഓയിലോ ജോജോബോ ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഓയിൽ ഉപയോഗിച്ചിട്ട് കയ്യിലിങ്ങനെ നമ്മൾ ഇത് ചെയ്തിട്ട് ചെറുതായിട്ട് നമ്മൾ ഈ പുരികത്തിൻ്റെ ഇവിടെയും അതുപോലെ തന്നെ ഐ സോക്കറ്റിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ചെയ്തെന്ന് വെച്ചപ്പോൾ എന്താ ഒരു തെറ്റ് വരാനുള്ളത്? കാരണം കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഐ ഇങ്ങനെ മസാജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് ചുറ്റും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പുരികത്തിൻ്റെ ഇവിടെയും നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ പറയുന്ന ഫേസ് യോഗ ഇസ് നോട്ട് ഫോർ എന്താ പറയണ ആ ഒരു ഫേസിൻ്റെ ബ്യൂട്ടി കൂട്ടാനല്ല, അതിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്കൊക്കെ ആരോഗ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ഫേസിനാണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ വർക്കൗട്ട് പോയി എന്നാൽ പോലും നമ്മൾ ബൈസെപ്സിനാണെങ്കിലും ആപ്സിനും ട്രൈസിനും ഇതൊക്കെ ട്രൈ ചെയ്തോണ്ടിരിക്കും അല്ലേ? പക്ഷെ നമ്മൾ ഫേസ് ഒന്നും തൊടുന്നില്ല എന്നുള്ളതാണ്. അവിടെ ചെന്നിട്ട് എല്ലാവരും നമ്മൾ ഇവിടെ കൂടുതലും ചെയ്യാൻ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ചിലപ്പോൾ വല്ല പി എടുക്കുകയോ അല്ലെ, ഭയങ്കരമായിട്ട് ഫേസിനുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് പണിയെടുക്കാതെ എളുപ്പത്തിൽ കിട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ നമ്മളത് ചെയ്യും. പിന്നെ നാലാമതായിട്ട് ചെയ്യുന്നത് ന്യൂട്രീഷനാണ്. അതായത് നമ്മളെപ്പോഴും വൈറ്റമിൻ സി റിച്ച് ഫുഡുകൾ നന്നായിട്ട് കഴിക്കുക. അപ്പോൾ അത് സ്കിന്നിന് ഗ്ലോ കിട്ടും. അതേപോലെ തന്നെ ഗ്ലൂട്ടാതയോൺ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വളരെ ഇതാണ്. അതിനെയൊന്നും ഞാൻ അങ്ങനെ ഡിമോട്ടിവേറ്റ് സ്കിൻ കെയർ പലപ്പോഴും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, സ്കാം ആണ് എന്നുള്ള രീതിയിലേക്ക് ആണോ? ഏതാ സ്കിൻ കെയർ പ്രൊഡക്ട്സും അതിന്റെ സ്കിൻ കെയർ ഞാൻ പറയുന്നത് വെച്ചാൽ ഗട്ട് ഹെൽത്ത് നന്നായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സ്കിൻ കെയറിൻ്റെ ആവശ്യം വരില്ല. അതായത് നിങ്ങളുടെ വയറ് നല്ലതാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യും എന്നാ പറയുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ
നമ്മൾക്ക് ഫംഗസിന്റെ രണ്ടാമതാണ് എനിക്കുള്ള അമ്പ് വരുന്നോണ്ടിരിക്കുന്നത്. ശരി. അപ്പൊ നമ്മൾക്ക് ഈ ഫംഗസിന്റെ പ്രശ്നമുള്ളവര് അല്ലെങ്കിൽ വയറിന്റെ ഗട്ട് ഹെൽത്ത് വളരെ മോശമായിട്ടുള്ളവർക്ക്, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ, ഇവരുടെയൊക്കെ രോഗം വേണമെങ്കിൽ പോപ്പുലേഷനിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഇവരുടെ മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. സ്കിൻ ഭയങ്കര വയറിന്റെ ഇതിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പ് ഇതുപോലെ കേട്ടുള്ളതാണ്, ശോചന നല്ലതാണെങ്കിൽ നമ്മളുടെ ആരോഗ്യം നല്ലതായിട്ടിരിക്കും എന്നുള്ള രീതി, നമ്മുടെ മോഷൻ കറക്റ്റ് ആവണം എന്നുള്ള രീതിയിലേക്ക്. കോൺസ്റ്റിപ്പേഷൻ ഇസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ദ ഡിസീസസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഡൈജഷൻ ഭയങ്കര പ്രശ്നമല്ലേ ശരിക്കും? പിന്നെ ഞാൻ വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ, എലിമിനേഷൻ ചാനൽ എന്ന് പറയുന്നത് നമുക്ക് 4 ദ്വാരങ്ങളാണ് നമ്മളുടെ ശരീരത്തിലുള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ മലമൂത്ര വിസർജനം, പിന്നെ വരുന്നത് ലങ്സിൽ നിന്ന് നമ്മൾ ബ്രത്ത്, പിന്നെ നമ്മുടെ സ്കിന്ന്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു എലിമിനേഷൻ ചാനൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മറ്റ് ഭാഗങ്ങൾ, അതായത് സ്കിന്നിനെ പോലെയുള്ള സ്ഥലത്ത് വാർണിംഗ് സൈൻസ് നമുക്ക് വരും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ളപ്പാണ്ടുകൾ കണ്ടിട്ടുണ്ടോ? ഈ മറ്റേ അത് അവരുടെ വയറ് ശരിയല്ലാത്തതുകൊണ്ടാണ്. അവർക്കൊരു വിര ഇളക്കി കഴിഞ്ഞാൽ അത് മാറും. അപ്പൊ അവരുടെ ഇമ്മ്യൂണിറ്റി കറക്റ്റ് ആക്കണം, അതുപോലെ തന്നെ അവർക്ക് വേറെ ഇളക്കണം. ഇപ്പൊ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാര് ശരിക്കും ഒരു 6 months കൂടുമ്പോൾ ഈ വേരയുടെ ഗുളിക തൊട്ട് തരും. ഞാനത് സ്കൂൾ ടൈമിൽ തൊട്ട് ആക്കിയിട്ട് പിന്നെ അത് കേട്ടിട്ടില്ല. ശരിക്കും ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പൊ അത്, പക്ഷെ അത് കൊടുക്കുന്നത് വളരെ അപൂർവമാണ്. ചിലപ്പോൾ ഇതിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടായിരിക്കാം, എനിക്ക് ഉറപ്പുണ്ട്. സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു വലിയവരൊന്നും ചെയ്യുന്നില്ല. ഇല്ല, ശരിക്കും അത് ഇപ്പോഴും പ്രായത്തിലായാലും 6 months കൂടുമ്പോൾ കഴിക്കുന്നത്. പണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഒത്തിരി അന്നൊക്കെ ആയുർവേദമാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പൊ അഷ്ടചൂർണം എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് നമ്മളുടെ പേരൻസ് ഒക്കെ കറക്റ്റായിട്ട് തരുമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്രയും സ്വീറ്റ്സ് കഴിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി ഡീവേമിങ് ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിലുള്ള വയറിൽ ചീത്ത ബാക്ടീരിയസും ഫംഗസും പെറ്റുപെരുകും. ശരിക്കും ഇതിന് തന്നെയാണ് നമ്മൾ പറയും, നന്നായിട്ട് ഭക്ഷണം കഴിച്ച് തടി വെച്ച് ഇതിന്റെ വയറ്റിൽ നിറ കൊക്കപ്പോഴുണ്ടോ ചോദിക്കും അല്ലെ? ശരിക്കും ഇത് എന്തുകൊണ്ടാണ്? വിരശല്യത്തിന് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? മറ്റേ ഈ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞ് ഉണങ്ങി എന്ത് കഴിച്ചാലും ഇതില്ല. അവർ കൂടുതൽ അവരുടെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ അവർ ഭയങ്കര സ്വീറ്റ് ലവേഴ്സ് ആയിരിക്കും. അവർ പറഞ്ഞാൽ രാത്രി മുഴുവൻ സ്വീറ്റ് കട്ടെടുത്ത് കഴിക്കും. അങ്ങനെ അത് കട്ടെടുത്ത് കഴിക്കുന്ന അഡൽട്സും കഴിക്കും കേട്ടോ, അതിപ്പോൾ കുട്ടികൾ മാത്രമൊന്നുമല്ല. അങ്ങനെ കഴിക്കുന്നതൊക്കെ ഫംഗസിൻ്റെയും പാരസൈറ്റിൻ്റെയും ഒക്കെ ഒരു ശല്യം ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ 2 മണി 3 മണി സമയമൊക്കെ ആകുമ്പോൾ കുട്ടി ഞെട്ടി എണീക്കും. അപ്പോൾ അവർക്ക് ഡീവാമിങ്ങിൻ്റെ സമയമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡോക്ടറുടെ യോഗ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കാണുന്നത് ഒരു വൈറൽ വീഡിയോയിലൂടെയായിരുന്നു. അതിനേക്കാൾ നല്ലൊരു ട്രോൾ വീഡിയോ എന്ന് പറയുന്നതായിരിക്കും ശരി. സുരേഷ് ഗോപിയുടെ യോഗ ഗുരു എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ് അതിൽ ബാക്ക് ടു ബാക്ക് കണ്ടു. അപ്പോൾ അതിലൊപ്പം കണ്ടത് ആ യോഗ ഡേയുടെ അന്നായിരുന്നു, ഇന്റർനാഷണൽ യോഗ ഡേ അന്ന് ചെയ്യുന്ന ഇതിലായിരുന്നു. എന്താ ശരിക്കും സംഭവം? അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എന്നെ പല രീതിയിലും ഭാവത്തിലും ഒക്കെ ഞാൻ കണ്ടു. അതെ അതെ, പല രൂപത്തിലും. ഞാനങ്ങ് സ്വിറ്റ്സർലാൻഡ് വരെ എത്തി എന്ന് പറഞ്ഞല്ലേ. ഇത്രയും വലിയൊരു വൈറൽ വീഡിയോ എൻ്റെ പോയിട്ട് വന്നു അല്ലേ? അത്ര എനിക്ക് തോന്നുന്നില്ല ഇത്രയും വീഡിയോ വൈറലായി കാണുന്നുള്ളത് അതിനകത്ത്. പക്ഷെ ഏറ്റവും രസം എന്ന് വെച്ചാൽ സുരേഷേട്ടൻ അതിനകത്ത് 5 നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചോദിച്ചു എന്താണ് ഈ 5 എന്ന് ചോദിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഓഡിയൻസിൽ ഏറ്റവും നന്നായിട്ട് ബ്രത്ത് വർക്ക് ചെയ്തത് ആളാണ്. എന്തുകൊണ്ടാണ് ശരിക്കും അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ടാവുക? ഐ മീൻ ശരീരഭാരം കൊണ്ടാണോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത് വെച്ചിട്ട് കുറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു? സുരേഷ് ഏട്ടൻ തന്നെ ആ ഇതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ആൾക്ക് ഇപ്പോൾ ആ ഒരു വയറ് കൂടിയ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. ഇത്രയും കാലഘട്ടത്തിൽ ആൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ആള് അതിന് മുമ്പുള്ള ഒരു യോഗയെ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് 2ാമത്തെ യോഗയാണ് എൻ്റെ വന്നിട്ട് ആള് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ആള് മുഴുവൻ 45 മിനിറ്റും ആളവിടെ വൃത്തിയായിട്ട് ബാക്കി എല്ലാവരെക്കാളും മുട്ടിന് മാത്രം എന്തോ ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷെ ആളെല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ എപ്പോഴും ആൾക്കാരെപ്പോഴും ആ നെഗറ്റീവ് എന്താണോ അതിനകത്തേക്ക് ഫോക്കസ് ചെയ്ത് അതിനെ അങ്ങ് ഭയങ്കര ഇതായി. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ സുരേഷ് നല്ല അസലായിട്ട് ഇത് ചെയ്തു. അത്രയും ബ്രത്തിൽ 5 ബ്രത്താണ് ആള് ഇത്ര സമയത്തിനുള്ളിൽ എടുത്തപ്പോൾ ഞാനൊരു ടെസ്റ്റ് കൊടുത്തായിരുന്നു ഓഡിയൻസിന്. ആ ടെസ്റ്റിൽ എല്ലാവരും 10ഉം 25ഉം ബ്രത്ത് എടുത്തപ്പോൾ സുരേഷ് 5 ബ്രത്ത് വളരെ ലോങ് ഇൻഹലേഷനും ലോങ് എക്സലേഷനും ചെയ്തു. അതൊന്നും എവിടെയും വന്നില്ല.
പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എവിടെയും വന്നില്ല. ആ നെഗറ്റീവ് എന്താണ്, മറ്റേ സുരേഷിൻ്റെ ടീഷർട്ട് പൊങ്ങിപ്പോയത്, അത് മാത്രമാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തത്. കഷ്ടമാണ് എന്തായാലും. ശരിക്കും എന്താ ഇപ്പൊ പ്രത്യേകിച്ച് അല്ല മിനിസ്റ്റർ കൂടിയാണ്, ശരിക്കും യോഗേനെ കുറേ കൂടി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലേക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നു? അല്ല, നന്നായിട്ട് എന്താ പറയുക, തിരുവനന്തപുരം അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലും പല രീതിയിലും എന്നോട് പറഞ്ഞു, കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് അവയർനെസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ എന്നോട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ടിപ്സൊക്കെ പറഞ്ഞു തന്നായിരുന്നു. നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ യോഗ പ്രൊമോട്ട് ചെയ്യണത് എല്ലാവരുടെയും ഹെൽത്തിന്, അത് ആൾക്കും അതൊന്നും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതിലുള്ളൊരു വിഷമാണ് ആള് പറഞ്ഞത്. ഇപ്പൊ കുറേ സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട് യോഗാശ്രമം അല്ലേ? അപ്പോൾ അവിടേക്കൊക്കെ ഓടിയെത്താൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എല്ലാവർക്കും ഒരു സക്സസ് ആയിട്ടുള്ള സ്റ്റോറിക്ക് പിന്നിൽ എങ്ങനെയായാലും ഒരു അല്ലെ കുറച്ചൊരു ഇതുണ്ടാവും, മധുരത്തിന് പുറകിലുള്ളൊരു കയ്പുണ്ടാവും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതുവരെയുള്ള യാത്ര വെച്ച് പറയുകയാണെങ്കിൽ ചോദിക്കുകയാണ്, എൻ്റെ ലൈഫിൽ ഏറ്റവും പഠിച്ച ഒരു പാഠം എന്തായിരുന്നു ശരിക്കും? അതായത് എൻ്റെ യോഗാശ്രമിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഡോക്ടർ അഖില വിനോദ് യോഗാശ്രമം. എനിക്ക് നമ്മൾ ശ്രീനിവാസൻ്റെ പടത്തിൽ പറഞ്ഞ പോലെ ഞാൻ തന്നെ എൻ്റെ തല വേണം അത് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ എന്തെങ്കിലും ഒരു പണി കിട്ടിയിട്ടായിരിക്കുമല്ലോ അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ബ്രാൻഡ് ചെയ്യുന്ന ഒരാളാണ് പറഞ്ഞത്, ഇനി നിങ്ങളുടെ പേരേ ഇടാൻ പാടുള്ളൂ, കാരണം നിങ്ങൾ ഒരു തവണ പറ്റിക്കപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു. അത് എന്താ സംഭവം? പറ്റിക്കൂടെ മുമ്പ് സ്ഥാപനം ഉണ്ടായിരുന്നു? ഇല്ല, മുമ്പ് സ്ഥാപനം. എൻ്റെ ഒരു ഐഡിയയിൽ നമ്മളൊരു സ്പാ നമ്മൾ കുവൈറ്റിൽ ഒരു മറ്റേ ഓൾ ഇൻ വൺ സ്പാ എന്ന് പറഞ്ഞ ഒരു പുതിയ കോൺസെപ്റ്റ് ഞാൻ കുവൈറ്റിൽ ചെയ്തിരുന്നു. അപ്പോൾ അത് അതിനകത്ത് ഒരു ഹസ്ബൻഡ് ഫ്രണ്ട് വഴി വന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പം അത് ചെയ്ത് അതിൻ്റെ ഒരു 2-2.5 വർഷം ഞാൻ എൻ്റെ ടൈം ആൻഡ് എനർജി അതിനകത്തേക്ക് ഫോക്കസ് ചെയ്താണ് ഞാനത് ചെയ്തത്. ഞാൻ ജോഷ് ടോക്കിൽ ഈ ഒരു അനുഭവം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ അതൊരു സ്റ്റോറിയായി. കാരണം ആ സമയത്ത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നിട്ട് ഞാൻ എൻ്റെ 2ാമത്തെ മകനെ പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ നാട്ടിലേക്ക് വന്ന സമയത്ത് അവരെന്നെ പറ്റിക്കുകയായിരുന്നു. അതായത് പാർട്ട്ണറാണോ? ഞാൻ അതിൻ്റെ ഓപ്പറേഷണൽ മാനേജറായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്നെ പതുക്കെ മാറ്റിയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ സംഭവം എൻ്റെ കയ്യിലില്ല. അത് എന്നെക്കൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അത് ആ സ്പാ ലോസ് ആയി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ കയ്യിലാക്കി. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ബിഗ് സീറോയായി. അങ്ങനെ ഒരു സംഭവം വന്നു. പിന്നെ ഞാൻ വീണ്ടും അവിടെ സർവൈവ് ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. വീണ്ടും എനിക്ക് നല്ലപോലെ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങിയപ്പോൾ മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഫേക്ക് ലെറ്റർ വിട്ടിട്ട് എന്നെ ഡീപ്പോർട്ട് ചെയ്യും, എന്നെ നാട് കടത്തുമെന്ന് പറയുന്ന ഒരു മെയിൽ വന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഫെബ്രുവരി 21 11 മണിക്കാണ് ആ മെയിൽ വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വീണ്ടും കംപ്ലീറ്റ്ലി എല്ലാം നിർത്തിയിട്ട് ഇത് ചെയ്തു. അന്നേരം പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവിടെയുള്ളവരാണ് പറഞ്ഞത്, അഖില അങ്ങനെ തോറ്റിട്ട് പോരുത്. അപ്പോഴാണ് നമ്മുടെ മഞ്ജു വാര്യരുടെ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ നിരുപമ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ടേ ഇനി ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ള ആ ഒരു ഇത് വന്നത്. എന്നിട്ട് ഞാൻ പിന്നെ അന്നേരമാണ് പാൻഡമിക് വരുന്നത്. പാൻഡമിക് വന്നപ്പോൾ എന്ന് വെച്ചാൽ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പൂട്ടിയപ്പോൾ ഞാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നേരം എൻ്റെ ആ റൂമിലിരുന്ന് ഞാൻ 100-150 ആൾക്കാരെ യോഗ ചെയ്ത് എൻ്റെ ലൈഫ് ടൈമിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റവന്യൂ കിട്ടി. നല്ല രീതിയിൽ എനിക്ക് ലാപ്ടോപ്പ് ഉണ്ടായി, എനിക്ക് എവിടെയും വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് വന്നു. എനിക്ക് പാൻഡമിക്കിൽ സക്സസ് ആയ ഒരു വ്യക്തി ഞാനായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ആ സേവിങ് ആണ് ഞാനിവിടെ യോഗാശ്രമിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തത്. എൻ്റെ ആ 2 വർഷത്തെ അതിൻ്റെ കൂടെ എൻ്റെ ഒരു ചെറിയൊരു പേഴ്സണൽ അഹങ്കാരം എന്ന് പറയുന്നത്, പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു വീഡിയോ വ്ളോഗ് കോൺടെസ്റ്റ് വന്നു. അതിൻ്റെ ഉള്ളിൽ മൈ ലൈഫ് മൈ യോഗ എന്ന് പറയുന്ന കോൺടെസ്റ്റിൽ അഡൽട്ടിൻ്റെ വിഭാഗത്തിൽ കുവൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞാനും എൻ്റെ മകളും ചെറിയ കാറ്റഗറിയിൽ അവളും വിജയിച്ചു. അതിനകത്ത് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രമായിരുന്നു. 1 ലക്ഷം രൂപ എവിടെയാന്ന് എനിക്കറിയില്ല, പക്ഷെ പ്രശസ്തി പത്രം കിട്ടിയില്ലേ? പൈസ അത് പറയില്ല ഇവിടെ, പൈസ എവിടെ? പൈസ ആയിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രം എന്ന് പറയുമ്പോൾ പത്രം മാത്രമേ ഉള്ളൂ, പേപ്പറില്ല, മറ്റേ ഇതില്ല. അത് പറയുന്നില്ല, പക്ഷെ എന്തായാലും എനിക്ക് പ്രശസ്തി പത്രം കിട്ടിയല്ലോ. അല്ല ചോദിച്ചില്ലേ പൈസ ഇല്ലേ? അല്ല, അത് അങ്ങനെ ക്യാഷ് എനിക്കറിയില്ല, അതിന്റെ ഒരു സംഭവങ്ങളെ പറ്റി എനിക്കറിയില്ല. പക്ഷെ
അങ്ങനെയാണ് 1 lakh ആൻഡ് അവാർഡ് എന്നുള്ള അപ്പൊ രീതിയിലായിരുന്നു. എല്ലാ അവാർഡും ഇങ്ങനെയാണല്ലേ, പൈസയും പത്രമല്ലേ, പ്രശസ്തി പത്രം മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞില്ലേ, സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ, സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം മാത്രമുള്ള പറഞ്ഞ പോലെ അല്ലേ പോക്കറ്റില്. ഓക്കെ. ഇന്ത്യൻ എംബസിന്ന് അവാർഡ് മേടിച്ചിട്ടാണ് ഞാൻ കുവൈറ്റ് വിട്ടത്. അപ്പൊ അതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാ. പക്ഷെ അതൊന്നും അന്വേഷിക്കണമായിരുന്നു കേട്ടോ, കാരണം ചിലപ്പോൾ അവിടുന്ന് പോന്നിട്ടുണ്ടാവും, ഇതിന്റെ ഇടയ്ക്ക് മീഡിയേറ്റർ ആരെങ്കിലും പോയതാണ് എന്താണെന്നുള്ളത് അറിയില്ല. അത് വിട്ടേരെ, അത് പ്രശ്നമില്ല. അതിനകത്തൊന്നും എനിക്ക് യാതൊരു നമുക്ക് കിട്ടേണ്ട അംഗീകാരം നമ്മളെ തേടി വരും. അത് നമുക്കൊരു സമയമുണ്ട്, എല്ലാവർക്കും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞാല് അതായിരുന്നു എൻ്റെ സമയം. അപ്പൊ എനിക്ക് ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ കിട്ടിയത്. പൈസ അല്ലല്ലോ കാര്യം, നമുക്ക് പൈസ എന്നും എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള ഭയങ്കരമായ കോൺഫിഡൻസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ധനലക്ഷ്മി തന്നെയാണ്. അപ്പോൾ അതിന് ലക്ഷ്മിയെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരാധിക്കണം. അത് പൈസ എന്ന് പറയുന്ന ഒരു തെറ്റല്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് ആ ഒരു അംഗീകാരമായിരുന്നു വലുത്. അപ്പോൾ ആ ഒരു അംഗീകാരം കിട്ടിയപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂട്ടി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി വിചാരിച്ചു, ഇനി എന്ത് ചെയ്താലും എൻ്റെ പേര് ആരും എടുത്തില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ആ പേരിടുന്നത്. അതിനുശേഷം ഒത്തിരി ആൾക്കാർ പറഞ്ഞു എന്തിനാണ് യോഗാശ്രം എന്ന് മാത്രം പോരെ. അപ്പം ഞാൻ ഇനി അത് നമ്മുടെ ആരും തട്ടിപ്പറിച്ചു പോവാതിരിക്കാനാണ് ഞാൻ ആ പേരിട്ടത്. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പം അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാനിരുന്നതാണ് കുവൈറ്റിലേക്ക്. ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് ക്ലിക്കാവോ എന്ന് നോക്കാം. അങ്ങനെയാണ് ഒരു വീഡിയോ ഫേസ് യോഗയുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോ വൈറലാവുകയും എനിക്ക് തോന്നുന്നു 51 ലക്ഷത്തിലേക്കും കണ്ട് അത് വരികയും ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അറിയാതെ സക്സസ് ആയി പോയി. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ തന്നെ കൂടി. അതാണ് സത്യം സംഭവം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ബോഡി വർക്കൗട്ടിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ സ്റ്റാർസിന് ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ യോഗയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചൊരാളെ ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും? യോഗ ഇഷ്ടപ്പെട്ട് അതിന് ഭയങ്കരമായിട്ട് അതിനെ സ്വായത്തമാക്കി ചെയ്യുന്ന ഒരാൾ ആരായിരിക്കും ശരിക്കും ഇൻഡസ്ട്രിയിൽ? ശരിക്കും പറഞ്ഞാൽ മറ്റേ ഫിലിം ഫീൽഡിലാണ്. അപ്പോൾ എനിക്ക് സംയുക്ത വർമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഇപ്പം ഞങ്ങൾ കുറച്ച് കമ്പനിയാണ്. അപ്പം ആൾക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആൾക്ക് ഒത്തിരി ഇതിനെ പറ്റിയുള്ളൊരു നോളജ് ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതലും ഞാൻ പറയുന്നില്ല, കാരണം അത് വേറൊരാളുടെ കാര്യമായതുകൊണ്ട് തന്നെ. പക്ഷേ എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് സംസാരിക്കാനും അതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറ്റിയ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആളെ പറ്റി. അത് ശരിക്കും വളരെ അധികം ആള് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി പുറത്തധികം പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഞാൻ പല കാര്യങ്ങളിലും ഞങ്ങൾക്കൊരു വേവ് ലെങ്ത് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്ക് ഇതിനെപ്പറ്റി നല്ല നോളജ് ഉണ്ട്. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻഡ് പവർ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് നിന്നുള്ള രീതിയിലേക്കൊക്കെ സ്വാതന്ത്ര്യമായി മാറുന്ന ആളുകളുണ്ട്. ശരിക്കും യോഗ അത് ശരിക്കും ഗുണം ചെയ്യില്ല. നമ്മൾ ഒരു സമയം വരെ പറയാറുണ്ട്, ഫണ്ണായിട്ട് നമ്മൾ പറയാറുണ്ട്, ഐ ഡോണ്ട് വാണ്ട് പീസ്, ഐ വാണ്ട് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉള്ള വള്ളികളൊക്കെ പിടിച്ചു വാങ്ങും. ഒരു പ്രായം കഴിയുന്ന സമയത്ത് നമ്മളതിനെ പക്വത എന്നാണ് വിളിക്കുക. പക്ഷേ നമ്മൾ തിരിച്ചറിവിൽ ഇത് മാറും. നമുക്ക് മറ്റൊന്നും വേണ്ട, നമുക്ക് വേണ്ട സമാധാനമാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഇത് യോഗ എത്രത്തോളം ഇതിന് ഗുണം ചെയ്യും ശരിക്കും? നമ്മുടെ ഒരു പീസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് എത്രത്തോളം ഗുണം ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര മെൻ്റൽ ഹെൽത്തിനാണ് ശരിക്കും പറഞ്ഞാൽ യോഗ ഏറ്റവും നല്ലൊരു മെഡിസിൻ എന്ന് പറയാം. കാരണം അത് അനുഭവിച്ചവർക്ക് മാത്രമേ ഇപ്പം അതിനകത്ത് അറിയുള്ളൂ. നിങ്ങളുടെയൊക്കെ ഇപ്പോൾ ഒരു ടൈം എന്ന് പറയുന്ന ചില ബ്രേക്കപ്സിലൂടെയും ഒക്കെ പോകുന്ന ആൾക്കാരാണ്. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ ഞാൻ പറയണത് ഇത് മാത്രമല്ല, നിങ്ങളുടെ ഒരു പ്രായത്തിൽ 25 to ഇത് പറയുന്ന സ്ട്രഗ്ലിംഗ് ഫേസ് ആണ്. അവിടെ അവർക്ക് പാർട്ട്നേഴ്സിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരൊരു ലൈഫ് പാർട്ട്ണറിനെ അതായത് ലവ് അവിടെ പ്രശ്നങ്ങൾ വരുന്നു, അവരുടെ ജോലിയിലുള്ള സ്ഥിരതയില്ലായ്മ, ഫിനാൻസ് അവർ വിചാരിക്കുന്ന അത്രയും അവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ലൈഫിൽ എവിടെയും എത്താൻ പറ്റാതെ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്കൊന്ന് ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അത് പലപ്പോഴും എന്താ വെച്ചാൽ ഇങ്ങനെ ചാടി ചാടി മങ്കി മൈൻഡ് എന്ന് പറയും. അതിങ്ങനെ ചാടി ചാടി അവർ പല കാര്യങ്ങളിലും ഒന്നും ശരിയാവുന്നില്ല. ആരുടെങ്കിലും ഒരാളങ്ങോട്ട് ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്ന ആൾക്കാരുണ്ട്. ഏതോ ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞ് 3 ദരിദ്രവാസിയുടെ കൂടിയാണ് നിന്റെ കൂട്ടെങ്കിലും 4ാമത്തെ ദരിദ്രവാസി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ സംസർഗ ഗുണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ ഭയങ്കര ഒരു കുശുമ്പനോ കുശുമ്പത്തിയോ ആണെങ്കിൽ ആ
റിലേഷൻ കട്ട് ഓഫ് ചെയ്യുക. ഓക്കെ. അതാ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷെ നമ്മളങ്ങനെ സെലക്റ്റീവായി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുന്ന പഴി എന്തായിരിക്കും അറിയോ? അവനിപ്പോൾ വലിയ ആളായി, ഇപ്പോൾ പഴയ പോലെ അവൻ മിണ്ടുന്നില്ല, അവൻ പഴയ ആൾക്കാരൊക്കെ മറന്നു, ഒഴിവാക്കി, അവന് പറ്റുന്ന ആൾക്കാരെ പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡ് കേൾക്കേണ്ടി വരിക. അപ്പോൾ അത് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോഴും നമ്മുടെ സെൻസിറ്റിവിറ്റി ആണല്ലോ അവിടുത്തെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും വർക്കഹോളിക് ആവുന്നതാണ് കുറച്ച് ഏറ്റവും നല്ലതെന്ന് എനിക്ക് പലപ്പോഴും ജീവിതത്തിൽ തോന്നാറുള്ളൊരു കാര്യമാണ്. കാരണം റിലേഷൻഷിപ്പ് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പലരുടെയും മെൻ്റൽ ഇത് നമുക്ക് അറിയാൻ പറ്റില്ല. മൊബൈലിൽ കൂടെ ഒരു മെസ്സേജ് വരുമ്പോൾ അപ്പുറത്തെ വ്യക്തിയുടെ ഇമോഷൻസ് നമ്മൾ കാണുന്നില്ല. അവർ ചില ആൾക്കാർ, ഇന്നാൾ ഞാൻ പലരെയും കേട്ടായിരുന്നു, അതായത് ആ വ്യക്തി സൂയിസൈഡിന്റെ വക്കത്ത് നിന്നിട്ടാണ് ഇപ്പുറത്തേക്ക് മെസ്സേജ് അയക്കുന്നത്, പക്ഷെ മറ്റൊരാൾ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അവിടെ സൂയിസൈഡ് നടന്നു കഴിഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പല ആൾക്കാരും ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനായിരിക്കും അവർ അങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്യുന്നതും കാര്യങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരിലൊക്കെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോഴും പ്രൊമോട്ട് ചെയ്യും. കാരണം വെച്ചാൽ അവര് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ ഒരുവിധം മെന്റലിയും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്യും, എല്ലാ എക്സസൈസിനെയും പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾ ഡാൻസർ ആണെങ്കിൽ ഡാൻസ് കളിച്ചോ, മറ്റേ സുംബയാണെങ്കിൽ സുംബ, സ്വിമ്മർ ആണെങ്കിൽ സ്വിമ്മിങ്, ബാഡ്മിൻ്റൺ, ഇതെല്ലാം അടിപൊളി സാധനങ്ങളാണ്. യോഗ, എല്ലാ എക്സസൈസ് ഫോം എന്തെങ്കിലും ഒന്ന് ചെയ്യൂ എന്നാണ് ഞാൻ പറയണത്. എന്തുകൊണ്ട് പുതിയ ആളുകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണം, യോഗയിലോട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാം? എങ്ങനെ കുറച്ചുകൂടി അവരെ ക്യാച്ച് ചെയ്തിട്ട് അട്രാക്ട് ചെയ്യുന്നൊരു വരി എന്തായിരിക്കും? യോഗയിലേക്ക് പുതിയ യങ് ജനറേഷൻ വരണം, ഈ നമ്മുടെ ജെൻസിയും ജെനാൽഫയും ഒക്കെ ഇതിലോട്ട് വരണമെങ്കിൽ എന്താണ് പറയാൻ പോകുന്നത്? ജെൻസി സൂപ്പർ അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടിപ്പ് ജെൻസി ആയിട്ടാണ് അല്ലേ? അതുകൊണ്ടാണ് എല്ലാവരും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് യങ് ആയിട്ടിരിക്കാൻ ഏറ്റവും നല്ലത് ജെൻസി. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ജെൻസിയിൽ ഒത്തിരി പേര് കുറ്റം പറയുന്നുണ്ടെങ്കിലും ഞാൻ അവരിൽ കാണുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ? അവർക്ക് കുശുമ്പില്ല എന്നുള്ളതാണ്. അവർക്ക് കുശുമ്പിനുള്ള സമയവും ഇല്ല. ഓക്കെ, അവര് ഭയങ്കര സിമ്പിളാണ് അവരെ കൈകാര്യം ചെയ്യാൻ, വളരെ സെൻസിറ്റീവാണ്. പക്ഷെ അവർ ഭയങ്കര, എനിക്ക് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ സ്റ്റാഫിലാണെങ്കിൽ എല്ലാവരും എന്നെക്കാളും ചെറിയ ആൾക്കാരാണല്ലോ, അവർക്ക് നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല അസലായിട്ട് അവർ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ അവർ ഒരു കുശുമ്പും കുന്നായ്മയും ഇല്ലാത്ത ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. അപ്പം എനിക്ക് തോന്നുന്നു പഴയ തലമുറയിൽ എപ്പോഴും നിങ്ങൾക്ക് കാണാം ഒരു ഫോണിൻ്റെ അറ്റത്തു നിന്ന് മറ്റൊരു ഫോണിൻ്റെ അറ്റത്തേക്ക് ഈ കുറ്റവും കുശുമ്പും തന്നെയാണ് പറഞ്ഞു വിടുന്നത്. അത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ ലൈഫിൽ പ്രൊഡക്ടിവിറ്റി, സമാധാനം കിട്ടും. നിങ്ങൾ ഒരാളെ പറ്റി കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്ന് കൂടി ആലോചിക്കണം, അല്ലേ? നമ്മുടെ തന്നെയാണ് ഉള്ളില് കരട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇൻവൈറ്റിംഗ് ട്രബിൾസ് എന്ന് പറയും. അതേസമയം നമ്മൾ അന്നത്തെ ദിവസം കുറെ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പണിയെടുത്തു, കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പക്ഷെ നമ്മളിപ്പോൾ ബ്രേക്കപ്പിലാണെങ്കിലും ആരെങ്കിലും നമ്മൾ ചതി പറ്റുകയാണെങ്കിലും പറ്റിക്കപ്പെടുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ പറയുന്നൊരു ഇതൊക്കെ മറക്കണം, മൂവ് ഓൺ ചെയ്യണം എന്നുള്ളതൊക്കെ. എങ്ങോട്ടാണ് കുട്ടിയുടെ പോക്കെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്കിത് ഭയങ്കരമായിട്ട് ഇതിനെ ഓക്കം ചെയ്യാനോ നമുക്കിതിനെ ഫോഗിയോ പറ്റിയെന്ന് വരില്ല, പ്രാക്ടിക്കലി നമുക്ക് നോക്കുമ്പോൾ പറ്റിയെന്ന് വരില്ല. സോ അവർക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്താ? എൻ്റെ ഒരു പ്രണയവും വിരഹം എന്ന് പറഞ്ഞൊരു വീഡിയോ ഒന്ന് കണ്ടു. ഏറ്റവും കൂടുതൽ എന്നെ ഈ ജെൻസി പിള്ളേരാണ് എന്നെ ഇതിനകത്തൊക്കെ പുഷ് ചെയ്ത് എന്നെ കൊണ്ട് ഇതൊക്കെ പറയൂ. അവസാനം ഞാൻ മാധവിക്കുട്ടിയുടെ പേജിലാണ് എൻ്റെ വീഡിയോസ് മുഴുവൻ. ഞാൻ പറയാം എന്നെ ഇതിനകത്ത് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് പിള്ളേരെ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാൾ എൻ്റെ അടുത്ത് ലൈഫിൽ പറഞ്ഞ, എനിക്ക് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും, നിങ്ങൾ കരയുന്ന കണ്ണീര് ആ വ്യക്തി അറിയുന്നുണ്ടോ, കാണുന്നുണ്ടോ, അവരത് അർഹിക്കുന്നുണ്ടോ? ഈ 3 ചോദ്യങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഏത് ക്രൈസിസിലും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പേരൻസിനെയാണ്, പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചറും. നിങ്ങൾ ഈ നടുക്കുന്ന പ്രസന്റ് സിറ്റുവേഷനെ അങ്ങ് മറന്നു കളയുക. പാസ്റ്റിലുള്ള നിങ്ങളുടെ പേരൻസ് എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്, നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത്, ഇത് രണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രസന്റിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. പിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ളൊരു വഴി, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഫോം, അതിനകത്തേക്ക് നാരദൻ സിനിമയിൽ ടോവിനെ ഓടുന്ന പോലെ ഓടുക എന്ന് പറയുന്നത്, 100 ഓടുക. ആ സ്ട്രെസ്സിനെ മുഴുവൻ നിങ്ങൾ സ്ട്രെസ് ബസ്റ്റർ ആക്കുക. അത് അപ്പം നമുക്കെന്താ വെച്ചാൽ ഫിസിക്കലായിട്ട്, അതായത് മെൻ്റൽ ടെൻഷനെ ഫിസിക്കൽ ടെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്ത ബോഡി വിൽ തിങ്ക് ദാറ്റ് ഓ ഇങ്ങനെയാണ്. അതായത് ഞാൻ എൻ്റെ ആങ്സൈറ്റി വർക്ക്ഷോപ്പിൽ പറയുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം.
ദർ ഇസ് സം സെൻറ്റർ, ഒരു നമ്മുടെ ബ്രെയിനിലുള്ള ഒരു സെൻറ്ററിൻ്റെ പേരാണ് അമിഗ്ഡാല എന്ന്. ഈ അമിഗ്ഡാലയുടെ കണ്ടിന്യൂസ് സ്റ്റിമുലേഷൻ വരുമ്പോഴാണ് ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ അമിഗ്ഡാലയെ നമുക്ക് സ്റ്റിമുലേഷൻ കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴി ബ്രെത്ത് വർക്കും മൈൻഡ്ഫുൾനെസ്സും. അതാണ് ഞാൻ പറഞ്ഞത്, ആ അമിഗ്ഡാല ഭയങ്കരമായിട്ട് ഹൈ സ്റ്റിമുലേഷൻ വരുമ്പോഴാണ് പാനിക് അറ്റാക്ക് വരുന്നത്. അപ്പോൾ ഈ കുട്ടികളിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ബ്രേക്കപ്പും ഇതൊക്കെ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഈ അമിഗ്ഡാല ഓവർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പാരസിമ്പതറ്റിക്കും സിമ്പതറ്റിക്കും എന്ന് പറഞ്ഞാൽ 2 ആക്ടിവിറ്റി ഉണ്ട് ബ്രെയിനിൽ. പാരസിമ്പതറ്റിക് ആക്ടിവിറ്റി കുറയും, സിമ്പതറ്റിക് ആക്ടിവിറ്റി കൂടുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും, ബ്രീത്തിങ് റേറ്റ് കൂടും, അലേർട്ട്നെസ് വരും. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ പറ്റിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? ഓടിയാൽ മതി. ഓടി കഴിയുമ്പോൾ നമുക്ക് ആ പാനിക് അറ്റാക്ക്, ശരീരം പറയുന്നത് എന്തറിയോ, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡിലാവുമ്പോൾ ദേ ഒരു കാള വരുന്നു ഓടിക്കോന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഒരു ജോഗിങ്ങിനോ വാക്കിങ്ങിനോ ഫാസ്റ്റായിട്ട് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി വിൽ തിങ്ക് ദാറ്റ് ആ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റിനെ ആ രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കപ്പെടുവാണ്. കാരണം ഹാർട്ട് റേറ്റും ബ്രീത്തിങ് റേറ്റും കൂട്ടിയത് എന്തിനാ ശരീരം ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് അലേർട്ട് ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് ചെയ്ത് തീർന്നു, അതിനൊരു ഫിനിഷിങ് കിട്ടും. അതേസമയം നമ്മൾ അനങ്ങാതിരിക്കുകയാണ്, ഹാർട്ട് റേറ്റും ബ്രീത്തിങ് റേറ്റും കൂടി അനങ്ങാതിരിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് എ പാനിക് അറ്റാക്ക്. അപ്പം ഇത് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചതോടുകൂടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആങ്സൈറ്റി വർക്ക്ഷോപ്പിൽ എനിക്ക് 10-11 ആൾക്കാരെ അതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റി. അവർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് പാനിക് അറ്റാക്ക് വരുന്നവരുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇപ്പം എല്ലാ ദിവസവും ഷൂട്ട് ഓട്ടോട്. ഇതെന്താ അറിയോ, ഇതിങ്ങനെ വന്നു വന്നിട്ടേ ചിലപ്പോൾ ഒരു സ്റ്റേജിൽ ഇതൊന്നും വരാതിരിക്കും, ചിലപ്പോൾ ടെൻഷനുള്ള ഒരാൾക്ക് ടെൻഷൻ വരാതിരിക്കും. അപ്പോൾ ഇവരെ പ്രശ്നം എന്താ അറിയോ, ഇതെന്താ എനിക്ക് ടെൻഷൻ വരാത്തേ എന്നുള്ള സാധനം ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ഇതിന് എനിക്കൊരു പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അത് അപ്പം ടെൻഷൻ വരാത്തതിനെ ആലോചിച്ചിട്ടായിരിക്കും പിന്നെ അവർ ടെൻഷൻ. അപ്പം ശരി. പിന്നെ ഞാൻ പറയുന്ന വേറൊരു ടിപ്പ് എന്ന് പറയുന്ന ഐസ് വാട്ടർ ഫേസ് സ്പ്ലാഷ്. അതായത് നല്ല തണുത്ത വെള്ളം എടുത്ത് ഫേസ് സ്പ്ലാഷ് ചെയ്യുക, പോയി കുളിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ കാം ഡൗൺ. ഇപ്പം നിങ്ങൾക്ക് ഐസ് വാട്ടറിൻ്റെ ഐസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ആൻറ്റി ഏജിങ്ങിന് പറയുന്ന മെയിൻ സാധനം ഐസിൽ വെള്ളത്തിൽ മുക്കി വെക്കുന്നത്. വല്ല കാര്യമുണ്ടോ ശരിക്കും? അതിനൊപ്പം തന്നെ പറയാൻ ചിലപ്പോൾ അത് റിങ്കിൾസ് വന്നേക്കാം എന്ന് പറയുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യം ഓവർ ആവാതിരിക്കുക. ഇപ്പം ഫേസ് മസാജ് തന്നെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഞാൻ വർക്ക്ഷോപ്പിൻ്റെ സമയത്ത് ചോദിച്ചു എല്ലാ ദിവസവും ഫേസ് മസാജ് ചെയ്യണോ? അല്ല, ഫേസ് മസാജോ ഫേസ് എക്സസൈസ് ചെയ്തു, അതുപോലെ നെക്ക് ആൻഡ് ഹെഡ് എക്സസൈസ് ചെയ്തു. പക്ഷേ ഫേസ് മസാജ് എല്ലാ ദിവസവും ഇരുന്നങ്ങ് ഓവറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബോഡി മസാജ് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഫേസ് മസാജ് ആഴ്ചയിൽ 1-2 ദിവസം ഹെഡ് മസാജ് ചെയ്യാം, ഹെയർ ഇത് ചെയ്യാം, ഫേസ് മസാജ് ഇതൊക്കെ ആഴ്ചയിൽ 2-3 ദിവസം ചെയ്താൽ മതി. പക്ഷെ എക്സസൈസ് എന്ന് പറയുന്ന ആ മൂവ്മെൻറ്റ്സ്, അതായത് മറ്റേ ഇതെല്ലാം ഇതിനൊക്കെ ഒന്ന് അനക്കം തട്ടുന്നത്, ഒരു 43 മസിൽസിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് ചോദിക്കുകയാണ്. പലപ്പോഴും നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. എന്ത് തോന്നുന്നു ഡോക്ടർക്ക്, റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് അങ്ങ് വിട്ടേക്കാൻ മതിയോ? ഞാൻ പറയുവാണെങ്കിലേ നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അതിനെ പരമാവധി ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു എന്താണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അതൊക്കെ അങ്ങനെ ഡീൽ ചെയ്ത് പോവുകയാണ് നല്ലത്. നമ്മൾ ഒന്നിനെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മെഡിറ്റേഷനിൽ യോഗയുടെ ഒരു ഭാഷയിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തോട്ട് വന്നു, ആ തോട്ടിൻ്റെ പുറകെ നമ്മൾ പോകുമ്പോഴാണ് പ്രശ്നം. അതേസമയം നമ്മൾ ആ തോട്ടിനെ ഒബ്സർവ് ചെയ്തിട്ട് ബി ദ ഗേറ്റ് മാൻ ഓഫ് യുവർ ഓൺ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വാച്ച് ചെയ്യാണ്, ആ തോട്ട് വന്നു അതെങ്ങോടെ പോണേന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് അഫക്റ്റഡ് ആവാതെ അറ്റാച്ച്മെൻറ്റ് വിത്ത് ഡിറ്റാച്ച്മെൻ്റ് ആണ് എനിക്ക് പറഞ്ഞു വന്നത്. അറ്റാച്ച്ഡ് ആവണമെന്ന് വെച്ചാൽ അറ്റാച്ച്ഡ് ആവണം, ബട്ട് വിത്ത് എ ഡിറ്റാച്ച്മെന്റ്. ഈ ഒരു ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു കാര്യം. അത് പ്രാക്ടീസ് ചെയ്യാൻ നല്ല പാടാണ്, പക്ഷെ അത് വിത്ത് ടൈം പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. അതിലൂടെ അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇതൊന്നും മലമറിക്കാൻ പറ്റില്ല. നേരം പുലരുമ്പോഴേക്ക് ഇതാവും ചെയ്യില്ല. ഞാൻ ഏറ്റവും ഒടുവിൽ ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് ആളുകൾ യോഗാശ്രമത്തിൽ വരണം, ഡോക്ടറെ കാണണം, എന്തൊക്കെയാണ് അത് അനിവാര്യമായിട്ട് നിൽക്കുന്നത് എന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മളുടെ യോഗാശ്രം മെയിനായിട്ട് എൻ്റെ സ്ലോഗൻ എന്ന് പറയുന്ന ഗട്ട് പെയിൻ സ്ട്രെസ് എന്നുള്ളതാണ്. ഗട്ട് എന്ന് പറഞ്ഞാൽ ഉദര സംബന്ധമായിട്ടുള്ളൊരു പ്രോബ്ലം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആസിഡ് റിഫ്ലക്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഞാനൊരു വീഡിയോ എൻ്റെ അനുഭവം പങ്കുവെച്ചപ്പോഴാണ് ഇൻ്റർനാഷണലി ആൾക്കാർ 50,000 രൂപയുടെ ടിക്കറ്റ് മുടക്കി 500 രൂപയുടെ കൺസൾട്ടേഷൻ വന്നത്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ
ചെലവ് വളരെ ചെറുതാണ്, പക്ഷെ അതിന് വരാനുള്ള മാർഗത്തിനാണ് പൈസ എന്ന് പറഞ്ഞ പോലെ. പലരും പറഞ്ഞിട്ടുണ്ട് ഈ പാലാരിവട്ടത്ത് ഈ ഒരു സ്പേസിൽ ആൾക്കാർ വരൂ ഈ ഒരു ചെറിയ ഇതിനകത്തേക്ക്, പക്ഷെ ആൾക്കാർ വന്നു. കാരണം ആ ഒരു പ്രശ്നം ആഗോള പ്രശ്നമാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറഞ്ഞു, അത് അതേപോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്തു. ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലാത്തൊരു പ്രശ്നമാണ് GERD എന്ന് പറയുന്ന ഒരു പ്രശ്നം, ഗ്യാസ്ട്രോ ഇസോഫേജൽ റിഫ്ലക്സ് ഡിസോർഡർ. അപ്പോൾ ഒത്തിരി പേരിൽ അത് കാണുന്നുണ്ട്. നമ്മുടെ മലിനമായ ഭൂമിയാണ് അതിൻ്റെ മെയിൻ കാരണം. അതായത് അതിൻ്റെ ഉള്ളിൽ നല്ല ബാക്ടീരിയസ് നമ്മുടെ വയറിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളം മാത്രമല്ല, നമ്മുടെ മുഴുവൻ ഭൂമി ത്രെട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് ഈ പ്രോബയോട്ടിക്കിനെ പറ്റിയൊക്കെ ഇത്രയും ഞങ്ങൾ ഊന്നൽ കൊടുക്കാൻ കാരണം വെച്ചാൽ ഇത് പ്രിവെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വയറിൽ കൂടുതൽ ക്യാൻസർ വരാൻ തന്നെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ്. അപ്പോൾ അതിനെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് പ്രോബയോട്ടിക്കുകൾ ഉപയോഗിച്ചും, അതായത് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് കൊടുത്തും, അതുപോലെ തന്നെ നല്ല കറക്റ്റായിട്ടുള്ള ഡയറ്റ്. 80% എൻ്റെ ഹീലിംഗ് ഡയറ്റിലൂടെയാണ്. അതുകൂടാതെ യോഗ ആസ് എ തെറാപ്പി. നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും, അതായത് നമ്മുടെ വയറും തലച്ചോറും തമ്മിലുള്ള ബന്ധം. അപ്പം നമ്മൾ യോഗ ചെയ്താലാണ് ആ സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്താനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഡിപ്രഷൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് സന്തോഷം തരുന്ന ബാക്ടീരിയയോ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് ഡയാലിസ്റ്റർ ആൻഡ് കോപ്രോകോക്കസ് ബാക്ടീരിയ ഈസ് ആക്ച്വലി ആണ് സന്തോഷം തരുന്നതെന്ന്. അത് ടെസ്റ്റ് ചെയ്യാൻ പോയ ബിരുദന്മാരുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിപ്രഷന് കാരണം സെറട്ടോണിൻ പോലത്തെ ഹോർമോൺസ് ഡെഫിഷ്യൻ്റ് ആവുന്നതാണ്. അപ്പോൾ അതൊക്കെ നല്ല ബാക്ടീരിയസിനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ സെറട്ടോണിനൊക്കെ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇവരൊക്കെ ആങ്സൈറ്റിയുടെയും സൈക്കാട്രിയുടെയും മരുന്നുകൾ കഴിക്കേണ്ടി വരും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയൊക്കെ നാച്ചുറലി എങ്ങനെ ഇത് ചെയ്യാം, അതൊരു കാര്യം. പിന്നെ പെയിൻ എന്ന് പറയുന്ന നമ്മളുടെ അക്യുപഞ്ചർ, കപ്പിംഗ് തെറാപ്പി, അങ്ങനെയുള്ള തെറാപ്പീസ് വെച്ചിട്ട് പെയിനെ പോസ്റ്റർ കറക്ഷൻ, പിന്നെ യോഗ തെറാപ്പി. ഈ പെയിനും ഇൻഫ്ലമേഷനും വെച്ച് പിന്നെ നമ്മളുടെ അവിടെ ആയുർവേദ ഡോക്ടറുണ്ട്. മസാജും കിഴിയും ഇൻഫ്ലമേഷനും സ്റ്റീം ബാത്തും ഒക്കെ കൊടുത്ത് നമ്മൾ അതെല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കി കുട്ടപ്പനാക്കി കൊടുക്കും. സർവീസ് ചെയ്തിട്ട് തരും അല്ലേ? നമ്മളൊരു പക്ഷേ നമ്മൾ വണ്ടികളൊക്കെ ഒരു 6 months കൂടുമ്പോഴേക്കും 3 months കൂടുമ്പോഴേക്കും സർവീസ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ, നമുക്ക് പറ്റുന്നൊരു കാര്യത്തിനെ തട്ടുമുട്ടൊക്കെ വരുമ്പോഴും അതങ്ങ് അല്ലെ നിസ്സാര വിട്ടുകളയും. നേരെ തിരിച്ചാണ് വരേണ്ടത്, ഇതിന്റെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് ഇതിന് ഇടയ്ക്കൊന്ന് സർവീസ് നമ്മൾ സെൽഫ് കെയർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈ പെയിൻ മാനേജ്മെന്റും അതും എല്ലാ കാര്യങ്ങളും മസാജും കിഴി ഇങ്ങനെ പോകുന്നു. പിന്നെ ലാസ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന യോഗ ആസ് എ തെറാപ്പിയും, അതുപോലെ തന്നെ ചിലപ്പോൾ അവർക്ക് ന്യൂട്രീഷണലി എന്തെങ്കിലും ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള. അപ്പം നമുക്ക് ഗ്രൂപ്പ് യോഗ ഓൺലൈനിലുണ്ട്. അതുപോലെ തന്നെ യോഗ തെറാപ്പി നമ്മൾക്ക് വ്യത്യാസം വെച്ചാൽ വി ആർ ദ ഫസ്റ്റ് യോഗ തെറാപ്പി സെന്റർ ഇൻ കേരള. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ 1-to-1 ആണ് അവിടെ ചെയ്യുന്നത്. സോ യു ആർ കമ്മിങ് വിത്ത് എ പ്രോബ്ലം. അപ്പൊ ചുമ്മാ നേരെ രോഹനോട് പറയണം ഗ്രൂപ്പ് യോഗയിലേക്ക്. ഈ പ്രോബ്ലം ആയിട്ട് വരുന്നവരെയാണോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അതോ പ്രോബ്ലം അറിയാത്തവരുണ്ടായിരിക്കും അവരെ കണ്ടെത്തുക? എല്ലാവർക്കും നമ്മൾ കൺസൾട്ടേഷൻ എടുത്തിട്ടേ അവരെ ചെയ്യിപ്പിക്കുള്ളൂ. അപ്പൊ അവര് ചിലപ്പോൾ വളരെ നെഗ്ലക്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനവർക്ക് നമ്മൾ 5 ദിവസം തൊട്ട് 10 ദിവസം വരെ സ്പെഷ്യലി ട്രെയിനിങ് ആദ്യം കൊടുക്കും, 1-to-1 ആയിട്ട്. എന്നിട്ട് അവരുടെ പ്രോബ്ലത്തിന് അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇതൊക്കെയാണ് ഇന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ആസിഡ് റിഫ്ലക്സിന്റെ വാൽവ് ലൂസ് ആയിട്ടുള്ളവർക്ക് ഫോർവേഡ് ബെൻഡിങ് ഒന്നും ചെയ്യാൻ പാടില്ല. ബാക്ക് പെയിൻ ഉള്ളവർക്ക് പല യോഗ പോസ്റ്റേഴ്സും ചെയ്യാൻ പാടില്ല. അവരെ ചെയറിൽ ഇരുത്തി പതുക്കെ ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സേ ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ളത് ആ ബോധവൽക്കരണമാണ് ആദ്യം ആ 1-to-1 ചെയ്യുന്നത്. എന്നിട്ടാണ് അവരെ ഗ്രൂപ്പ് യോഗയിലേക്ക് എടുക്കുള്ളൂ. ഇതാണ് നമ്മുടെ 3 മെയിൻ സർവീസായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ അറിഞ്ഞതിനേക്കാളേറെ നമുക്കറിയാനുണ്ട് എന്നുള്ളത് ഈ വാക്കുകളിൽ വ്യക്തമാണ്. തുടക്കത്തിലേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കുള്ളിലുള്ള കുറേയധികം ചോദ്യങ്ങളെ, കുറേയേറെ സംശയങ്ങളെ, നമ്മുടെ പരിമിതമായിട്ടുള്ള അപ്പുറത്തേക്കുള്ള അറിവുകളെ ഒക്കെ ഉത്തരമായിട്ട് മാറാൻ സാധിക്കുന്ന ഒരാളാണെന്നുള്ളത് വളരെ കുറച്ച് സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു 4 മണിക്കൂറിൽ ഈ ചർച്ച നീണ്ടുപോയാലും അതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങളും സംസാരിക്കാനുള്ള സംവാദങ്ങളാണെങ്കിലും ഉത്തരങ്ങളാണെങ്കിലും അതിലേക്ക് നീണ്ടു തന്നെ പോകും. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ യോഗാശ്രമത്തിൽ എത്തണമെന്നുള്ളൊരു ഉത്തരം ഒന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വരിക, ഡോക്ടർ അഖില വിനോദ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. ആശ്രമത്തിലേക്ക് ഞാനും ഒരുക്കി വരുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. യെസ്, ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.